എഡിറ്റേഴ്സ് അവറിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. തട്ടിക്കൊണ്ടുപോകൽ കേസ് പ്രതിയായ CPIM ഏരിയ സെക്രട്ടറി കീഴടങ്ങിയേക്കുമെന്ന് സൂചന. സക്കീറിനെ പിടികൂടാൻ മറ്റ് ജില്ലകളിലേക്കും അന്വേഷണം. ഒളിവിൽ പോയ സക്കീർ ഹുസൈനെതിരെ പാർട്ടി അണികൾക്കിടയിൽ പ്രതിഷേധം. KM എബ്രഹാമിന് ധനമന്ത്രി തോമസ് ഐസക്കിന്റെ പിന്തുണ. എബ്രഹാം അഴിമതിക്കാരനല്ല. മുൻ സർക്കാർ തലപ്പത്തെ അഴിമതിയിൽ ഉദ്യോഗസ്ഥർ ഉത്തരവാദികളല്ല. എബ്രഹാമിന്റേത് മികച്ച സേവനമെന്നും ഐസക്. കോട്ടയം ജില്ലയിലും പക്ഷിപ്പനി സ്ഥിരീകരിച്ചു. ഭോപ്പാലിലെ ലാബിലേക്ക് അയച്ച 12 സാമ്പിളുകളും പോസിറ്റീവ്. ജില്ലയിൽ ചത്തത് 3000-ഓളം താറാവുകൾ. കശ്മീർ അതിർത്തിയിൽ പാക് ആക്രമണത്തിന് ഇന്ത്യൻ തിരിച്ചടി. 4 പാക് സൈനിക പോസ്റ്റുകൾ തകർത്തു. പാക് പക്ഷത്ത് ആൾനാശമെന്ന് സൈന്യം. ജവാന്മാർക്ക് ദീപാവലി ആശംസകൾ നേർന്ന മോദി. ഏഷ്യൻ ചാമ്പ്യൻസ് ട്രോഫിയിൽ പാകിസ്ഥാനെ തകർത്ത ഇന്ത്യക്ക് കിരീടം. Winners once again, 5 years after their first crown in 20. പാകിസ്ഥാനെ തകർത്തത് 3-നെതിരെ 2 ഗോളുകൾക്ക്. ഇന്ത്യക്കായി ഗോളുകൾ നേടിയത് രൂപീന്ദർ പാൽ സിംഗും അഫ്ഫാൻ യൂസഫും നിഖിൽ തിമ്മയ്യയും. തട്ടിക്കൊണ്ടുപോകൽ കേസിൽ പോലീസ് അന്വേഷിക്കുന്ന CPIM കളമശ്ശേരി ഏരിയ സെക്രട്ടറി സക്കീർ ഹുസൈൻ നാളെ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുൻപിൽ കീഴടങ്ങുമെന്ന് സൂചന. മുൻകൂർ ജാമ്യം ലഭിക്കാത്ത സാഹചര്യത്തിൽ ഇയാൾ കീഴടങ്ങുമെന്നാണ് അറിയുന്നത്. അതിനിടെ സക്കീർ ഹുസൈൻ ഒളിവിൽ പോയ നടപടിക്കെതിരെ പാർട്ടിയുടെ താഴെത്തട്ടിൽ പ്രതിഷേധമുണ്ട്. തട്ടിക്കൊണ്ടുപോകൽ കേസിൽ കഴിഞ്ഞ ബുധനാഴ്ചയാണ് പാലാരിവട്ടം പോലീസ് CPIM കളമശ്ശേരി ഏരിയ സെക്രട്ടറി സക്കീർ ഹുസൈനെതിരെ കേസെടുത്തത്. കേസിൽ ജാമ്യം ലഭിക്കില്ല എന്ന് മനസ്സിലാക്കിയ സക്കീർ വ്യാഴാഴ്ച ഉച്ചയോടെ മൊബൈൽ സ്വിച്ച് ഓഫ് ചെയ്ത് ഒളിവിൽ പോയി. സക്കീറിനെ പിടികൂടാൻ 5 പേരടങ്ങുന്ന 3 അന്വേഷണ സംഘങ്ങൾ ജില്ലയിലാകമാനം തെരച്ചിൽ നടത്തിയെങ്കിലും സക്കീറിനെ കണ്ടെത്താനായില്ല. ഇതോടെയാണ് സക്കീർ ഒളിവിൽ പോയതായി പോലീസ് സ്ഥിരീകരിച്ചത്. സക്കീറിനെതിരെ ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കാനും അന്വേഷണ സംഘം തീരുമാനിച്ചിട്ടുണ്ട്. ഇതിനിടെ ഒളിവിൽ നിന്ന് സക്കീർ മുൻകൂർ ജാമ്യത്തിനായി ശ്രമവും നടത്തി. എന്നാൽ കേസായതോടെ ഒളിവിൽ പോയ പാർട്ടി ഏരിയ സെക്രട്ടറിക്കെതിരെ പാർട്ടിയുടെ താഴെത്തട്ടിൽ കടുത്ത അമർഷമാണുള്ളത്. കുപ്രസിദ്ധ കുറ്റവാളികളെ പോലെ ഒളിവിൽ പോയ സക്കീർ ഹുസൈന്റെ നടപടി സംസ്ഥാനത്ത് പാർട്ടിക്ക് തലവേദന തീർത്തതായാണ് പാർട്ടി അംഗങ്ങൾ വിലയിരുത്തുന്നത്. അതേസമയം പാർട്ടിയിലെ ഒരു വിഭാഗം സക്കീറിന് ഉറച്ച പിന്തുണയാണ് ഇപ്പോഴും നൽകുന്നത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കളമശ്ശേരിയിൽ സീറ്റ് നിഷേധിക്കപ്പെട്ട് പിന്നീട് മുന്നണിയിലെ മറ്റൊരു പാർട്ടിയുടെ സഹായത്തോടെ എറണാകുളം ജില്ലയ്ക്ക് പുറത്ത് ഇടത് സ്ഥാനാർത്ഥിയായ വ്യവസായിയാണ് സക്കീറിനെതിരെയുള്ള കുപ്രചരണങ്ങൾക്ക് പിന്നിലെന്നാണ് ഒരു വിഭാഗത്തിന്റെ വാദം. നാളെ മുൻകൂർ ജാമ്യം ലഭിച്ചില്ലെങ്കിൽ സക്കീർ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ കീഴടങ്ങുമെന്നും ഇക്കൂട്ടർ പറയുന്നു. അതേസമയം സക്കീറിന് വേണ്ടി മറ്റു ജില്ലകളിലേക്കും പോലീസ് അന്വേഷണം വ്യാപിപ്പിച്ചു. റിപ്പോർട്ടർ, കൊച്ചി. ഈ വിഷയത്തിൽ ശ്രീ A. റഹീം CPIM, ശ്രീ ടോണി ചമ്മണി കോൺഗ്രസ്, ശ്രീമതി ഫാത്തിമ സിദ്ദിഖ് അറസ്റ്റിലായ സിദ്ദിഖിന്റെ ഭാര്യ IG ശ്രീജിത്തിനെ ടെലിഫോൺ ലൈനിൽ പ്രതീക്ഷിക്കുന്നു. ഈ കേസിലെ പരാതിക്കാരൻ ജൂബി പൗലോസിനെയും ടെലിഫോൺ ലൈനിൽ പ്രതീക്ഷിക്കുന്നു. ആദ്യം ശ്രീ ടോണി ചമ്മണി, കൊച്ചിയെ സംബന്ധിച്ച് ഗുണ്ടകളുടെ സാന്നിധ്യവും ഇടപാടുകളിൽ ഗുണ്ടകൾ ഇടപെടുന്നതും ഒരു പുതിയ കാര്യമല്ല. മുംബൈയോളം വരില്ലെങ്കിലും ഒരു ചെറിയ അധോലോകം കൊച്ചിയെ സംബന്ധിച്ചുമുണ്ട്. ഇപ്പോഴത്തെ പ്രശ്നം ഇവർക്ക് രാഷ്ട്രീയ ബന്ധമുണ്ടാകുന്നതാണ്. രാഷ്ട്രീയ സംരക്ഷണം ലഭിക്കുന്നോ എന്ന സംശയം ഉയരുന്നതാണ്. ഭരണത്തിന് തണൽ ഈ ഗുണ്ടകൾക്കുണ്ട്, ഈ ഗുണ്ടായുസത്തിനുണ്ട് എന്ന് നിങ്ങൾ പറയണമെങ്കിൽ അതിന് കാരണം വേണമല്ലോ. അങ്ങനെ ഒന്നുണ്ടോ? ഈ വിഷയം മാധ്യമങ്ങളുടെ ശ്രദ്ധയിൽ വന്നത് ഏതെങ്കിലും പ്രതിപക്ഷ രാഷ്ട്രീയ നേതാക്കന്മാർ കൊണ്ടുവന്നതല്ല. രാഷ്ട്രീയ പ്രേരിതമായ ആരെങ്കിലും ഉയർത്തിയതുമല്ല. ഈ ഗുണ്ടകളുടെ ഇരയാക്കപ്പെട്ട ആളുകൾ നേരിട്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കും DGPക്കും പരാതി നൽകാൻ തയ്യാറായപ്പോഴാണ് നാം എല്ലാം ഈ ഇത്തരം കേസുകൾ അറിയുന്നത്. അതുകൊണ്ട് ഇത് ഏതെങ്കിലും അർത്ഥത്തിൽ രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന് ആരോപിക്കാൻ സാധിക്കില്ല. ഇരയായപ്പെട്ട ആളുകളെല്ലാം സ്വതന്ത്രരായ സംരംഭകരായിട്ടുള്ള ആളുകളാണ്. അവർക്ക് ഏതെങ്കിലും രാഷ്ട്രീയ അജണ്ടയുണ്ട് എന്നും ആരോപിക്കാൻ സാധിക്കില്ല. അപ്പോൾ കൃത്യമായി ഇതിൽ ഗുണ്ടകളുടെ ഇടപെടലുകളുണ്ട്, ഒരു ഗുണ്ടായുസം തന്നെ കാണിച്ചിട്ടുണ്ട് എന്ന് ഇരകളുടെ പരാതിയിൽ നിന്നും മനസ്സിലാക്കണം. അത്തരം ഗുണ്ടകൾ അവർക്ക് രാഷ്ട്രീയ ബന്ധമുണ്ട് എന്നുള്ളതും ഓരോ ദിവസവും മാധ്യമങ്ങളിലൂടെ കടന്നു വരികയാണ്. തീർച്ചയായിട്ടും ഇത് ഇന്നത്തെ രാഷ്ട്രീയ രംഗത്ത് കൂടുതൽ ഗുണ്ട മാഫിയ ബന്ധങ്ങൾ തെളിവാക്കുന്നൊരു തെളിവായി നമുക്കിത് കാണാൻ കഴിയും. റൈറ്റ്, അതാണ് ശ്രീമതി ഫാത്തിമ. ഇവിടെ വിവാദമായിരിക്കുന്ന ഈ ചർച്ച ചെയ്യപ്പെടുന്ന 2 കേസുകളിലും താങ്കളുടെ ഭർത്താവ് സിദ്ദിഖ് പ്രതിയാണ്. മറ്റ് കേസുകൾ, മറ്റ് പരാതികൾ കേസായിട്ടില്ല എങ്കിലും ഉയരുന്നുണ്ട്. അപ്പോൾ CPIM പ്രവർത്തകൻ എന്ന ലേബലിൽ എത്രയോ നാളായി ഗുണ്ടായുസ് നടത്തുകയും ഏറ്റവും ഒടുവിൽ പിടിയിലാകുകയും ചെയ്തു എന്ന് സാമാന്യമായി നമുക്കതിനെ കണ്ടുകൂടെ? നിങ്ങളിപ്പോൾ പ്രതിയായി എന്ന് പറഞ്ഞു. എനിക്കും എൻ്റെ നാട്ടുകാർക്കും, പ്രത്യേകിച്ച് ഞങ്ങൾ സംഘടനാ പ്രവർത്തനം നടത്തുന്ന പ്രദേശ ജനങ്ങൾക്കും അദ്ദേഹത്തെ പ്രതി ചേർക്കപ്പെട്ടു എന്ന് പറയുന്നതാണ് ഇഷ്ടം. കാരണം അത് തെളിയിക്കുന്നതായിട്ടുള്ള രേഖകളെല്ലാം തന്നെ എൻ്റെ കയ്യിലുണ്ട്. പ്രത്യേകിച്ചും എനിക്ക് 2 കാര്യങ്ങളാണ് പ്രധാനമായിട്ടും പറയാനുള്ളത്. ഒന്ന്, നിരപരാധിയായിട്ടുള്ള ഒരു വ്യക്തിയെ ഏറ്റവും വലിയ ക്രിമിനൽ എന്ന രീതിയിലേക്ക് മാധ്യമ വിചാരണ ചെയ്തുകൊണ്ട് കഴിഞ്ഞ കുറേ നാളുകളായിട്ട്
എല്ലാ പത്രദൃശ്യമാധ്യമങ്ങളും നവമാധ്യമങ്ങളും എല്ലാം തന്നെ ആഘോഷിക്കുക. അപ്പോൾ അതിലൊരു കേസ് ആദ്യമായിട്ട് വന്ന സാന്ദ്ര തോമസ് വാദിയായിട്ടുള്ള ആ സ്ത്രീ പരാതിക്കാരിയായിട്ടുള്ളൊരു കേസാണ്. ആ കേസിനെ കുറിച്ച് കഴിഞ്ഞ ചർച്ചകളിൽ നമ്മൾ സംസാരിക്കുകയുണ്ടായി. പക്ഷേ ആ കേസിൽ മുഖ്യപ്രതികളായിട്ടുള്ള കമാലുദ്ദീനെ കുറിച്ചോ ജോഷിയെക്കുറിച്ചോ അല്ലെങ്കിൽ അവരുടെ നഷ്ടപ്പെട്ടു പോയി എന്ന് പറഞ്ഞ സാധനങ്ങൾ റിക്കവറി എടുത്തിട്ടുള്ള ജോഷിയുടെ കയ്യിൽ നിന്നാണ്. അതിനെക്കുറിച്ചൊന്നും ആരും ചർച്ചയ്ക്ക് തയ്യാറാവുന്നില്ല. ആ കേസിനെ കുറിച്ച് ആരും ചർച്ച ചെയ്യാറാവുന്നില്ല. പകരം അതിൽ പ്രതി ചേർക്കപ്പെട്ടില്ല, മനഃപൂർവ്വം പ്രതി ചേർക്കപ്പെട്ടു തന്നെ എന്ന് പറയാൻ തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം രാത്രി 11:30 വീട്ടിലിരുന്നു കൊണ്ട് കുടുംബത്തോടൊപ്പം ഇരുന്നുകൊണ്ടിരുന്ന ഒരു വ്യക്തിയെ സെൻട്രൽ സ്റ്റേഷനിലെ CI ഒരു കൃത്യമായിട്ടുള്ള ഒരു കേസിനെ കുറിച്ച് അന്വേഷിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചു വരുത്തി അതിനെക്കുറിച്ച് സംസാരിക്കുന്നതിന് മുന്നേ തന്നെ അദ്ദേഹത്തെ ജയിലിലടക്കുകയാണ് ചെയ്തത്. അതുകൂടാതെ 11:30 സിദ്ദീഖിനെ വീട്ടിൽ നിന്നും സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുന്നതെങ്കിൽ 10 മണിക്ക് പ്രിന്റിംഗ് പൂർത്തിയായിട്ടുള്ള മാതൃഭൂമിയിൽ 4ഓളം വാർത്ത പ്രിന്റിംഗ് കഴിഞ്ഞു. അതിന് വളരെ മുമ്പേ തന്നെ ന്യായമല്ല. പത്രങ്ങളിൽ 2 മണി വരെ പ്രിന്റ് ചെയ്യാറുണ്ട്, വിശേഷിച്ച് സിറ്റി എഡിഷൻ. നമ്മുടെ മുമ്പിലുള്ള പ്രശ്നം ജോഷിയാണോ കമാലുദ്ദീനാണോ കൂടുതൽ തെറ്റ് ചെയ്തത്, അവരുടെ കാറും മറ്റ് സ്വത്തുക്കളും കൈവശം വെച്ചത് ഇവരാണോ അല്ലയോ എന്നൊന്നുമല്ല. മറിച്ച് ഇവിടെ മുഖ്യമന്ത്രിയുടെ പേര് പറഞ്ഞാണ് തട്ടിപ്പ് നടത്തിയത് എന്ന് പരാതിക്കാരി പറയുന്നു. ഇവിടെ ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്ന സക്കീർ ഹുസൈനെതിരായ പരാതിയിൽ കോടിയേരി ബാലകൃഷ്ണന്റെ പേര് പറഞ്ഞാണ് ഈ സംരംഭകനെ ഭീഷണിപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ മുഖ്യമന്ത്രിയുടെയും മുൻ ആഭ്യന്തരമന്ത്രിയായ CPIM സംസ്ഥാന സെക്രട്ടറിയുടെയും ഒക്കെ പേര് പറഞ്ഞ് CPIMന്റെ ഫംഗ്ഷണറി ആയിട്ടുള്ള ഒരാൾ വലിയ ഗുണ്ടാ പ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്നു എന്നുള്ളതാണ് ഒരുപക്ഷെ കമാലുദ്ദീനേക്കാൾ കൂടുതൽ പേര് താങ്കളുടെ ഭർത്താവിൻ്റെ പേര് പത്രത്തിൽ വരാൻ കാരണം. ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ പേര് പറഞ്ഞ് തട്ടിപ്പ് നടത്തിയെന്ന് പറഞ്ഞു. നിങ്ങളൊന്ന് കാണിച്ചു തരൂ, ഇത്രയും നേരത്തെ പരാതിയുടെ കോപ്പി നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടോ? അതിൽ മുഖ്യമന്ത്രിയുടെ പേര് പറഞ്ഞ് തട്ടിപ്പ് നടത്തിയെന്ന്. അല്ലെങ്കിൽ അന്ന് നിങ്ങൾ എല്ലാവരും തന്നെ എല്ലാ മാധ്യമങ്ങളും തന്നെ സ്റ്റേഷനിലെത്തി അവിടുത്തെ അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ ബൈറ്റ് എടുത്തിട്ടുള്ളതാണ്. നിങ്ങളതൊന്ന് പ്ലേ ചെയ്ത് നോക്കൂ. അതിലെവിടെയാണ് പറഞ്ഞിട്ടുള്ള മുഖ്യമന്ത്രിയുടെ പേര്? അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, പരാതിക്കാർ പറഞ്ഞ അനുസാരത്തിൽ കൃത്യമായിട്ട് ഈ പ്രതികളോട് അന്വേഷിച്ചു, ഇവരാരും തന്നെ മുഖ്യമന്ത്രിയുടെ പേര് പറഞ്ഞ് തട്ടിച്ചു എന്ന തരത്തിലുള്ള ഒരു തെളിവോ ഒരു കാര്യങ്ങളോ അവർക്ക് ലഭിച്ചിട്ടില്ല എന്ന്. അപ്പോൾ മാധ്യമങ്ങളിൽ ചർച്ച ചെയ്യാൻ വേണ്ടി മാത്രം ഇന്നത്തെ കേരളത്തിലെ മുഖ്യമന്ത്രി വളരെ അക്കൗണ്ടബിൾ ആണ്, എല്ലാ കാര്യങ്ങളും നേരിട്ട് ഇടപെടുന്ന വ്യക്തിയാണ്. അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആൻറ്റി സോഷ്യൽ ആക്ടിവിറ്റീസിലൊന്നും ഒരു തരത്തിലും അദ്ദേഹം നിലനിന്നു കൊടുക്കില്ല എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ പേര് ഉപയോഗിച്ച് എന്ന് പറഞ്ഞുകൊണ്ട് നിരപരാധിയായ കുറേ മനുഷ്യരുടെ ജീവിതം തകർക്കുക എന്നുള്ളത് മാത്രമാണ് ലക്ഷ്യമായിട്ടുള്ളത്. അതുകൂടാതെ ഞാൻ ഇത്ര കൃത്യമായി പറയാനുള്ളത്, സിദ്ദീഖ് ഇതിൽ എത്രത്തോളം ഇൻവോൾവ് ആയിരുന്നു, സിദ്ദീഖ് അതിൽ കുറ്റം ചെയ്തതിന് ശിക്ഷിക്കപ്പെട്ടെ, അതിലാരും തർക്കമില്ല. പക്ഷേ ഈ കഴിഞ്ഞ കുറേ നാളുകളിലായി മാധ്യമ വിചാരണയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കൃത്യമായിട്ട് എല്ലാ ചാനലുകളിലും മാധ്യമങ്ങളിലും ഈ കേസിനെ കുറിച്ച് കാണിക്കുമ്പോൾ സിദ്ദീഖിനെ പറ്റി മാത്രം കാണിക്കുന്നു. അതിനകത്തുള്ള സിദ്ദീഖ് ഒരു വലിയ ക്രിമിനലായിട്ട് അവതരിപ്പിക്കപ്പെടുന്നു. ഒരു വലിയ ക്രിമിനലാണെങ്കിൽ കഴിഞ്ഞ 10-12 വർഷമായിട്ട് അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു പെറ്റി കേസ് പോലും രജിസ്റ്റർ ചെയ്തിട്ടില്ല. അതിൻ്റെ വിവരാവകാശ രേഖകളാണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. ഞങ്ങളുടെ പ്രദേശം ഉൾപ്പെടുന്ന പോലീസ് സ്റ്റേഷൻ, എളമക്കര പോലീസ് സ്റ്റേഷനിൽ ഈ പോലീസ് സ്റ്റേഷൻ ഉണ്ടായ കാലം തുടങ്ങി ഇന്നേ വരെ ഒരു കേസും അദ്ദേഹത്തിന് പേര് രജിസ്റ്റർ ചെയ്തിട്ടില്ല. കളമശ്ശേരി പോലീസ് സ്റ്റേഷനിൽ ചെയ്തിട്ടില്ല. അതുകൂടാതെ ഒരു പോയിന്റ് കൂടെ പറഞ്ഞോട്ടെ, ഇത്തരത്തില് ഒരു പ്രദേശത്ത് വളരെ നീചമായ അല്ലെങ്കിൽ ഇത്തരത്തിലൊരു ആന്റി സോഷ്യൽ അനിമലാണ് സിദ്ദീഖെങ്കിൽ അങ്ങനെ തന്നെ പറയട്ടെ. കാരണം നിങ്ങളുടെ വാക്കിൽ ഗൂണ്ട എന്ന് പറയുന്നതിന്റെ ഒരു പരിഭാഷപ്പെടുത്തിയാൽ അങ്ങനെയാണല്ലോ. അത്തരത്തിലുള്ള ഒരാളാണ് സിദ്ദീഖെങ്കിൽ തീർച്ചയായിട്ടും ആ പ്രദേശവാസികൾ നിരവധിയായിട്ടുള്ള നല്ല വിദ്യാഭ്യാസപരമായി ഉയർന്നു നിൽക്കുന്ന അല്ലെങ്കിൽ സാമൂഹ്യപരമായി ഉയർന്നു നിൽക്കുന്ന നിരവധി പേർ വസിക്കുന്ന ഒരു പ്രദേശമാണ് ഞങ്ങളുടേത്. ഇതുവരെയായിട്ടും അവരുടെ ആരുടെയും കയ്യിൽ നിന്ന് ഒരു പരാതി പോലീസിന് ലഭിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ അതുകൂടാതെ ഇപ്പം ഈ സംഭവം നടന്നതിൻ്റെ അടിസ്ഥാനമാക്കി ഈ സംഭവത്തിൽ ഈ പരാതിയിൽ തന്നെ പൊള്ളയാണെന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്ന അടിസ്ഥാനത്തിൽ ഒരു ജനകീയ സമിതി രൂപീകരിക്കുകയും അതിന്റെ ഭാഗമായി 200ഓളം സ്ത്രീകൾ ഒപ്പിട്ടുകൊണ്ട് മുഖ്യമന്ത്രിക്ക് പരാതി നൽകുകയാണ്. ശരി, അല്ല അതൊക്കെ നിങ്ങൾ നിയമപരമായി നേരിടും, ആ കാര്യത്തിലൊന്നും എനിക്ക് തർക്കമില്ല. ശരി, അതാണ് ശ്രീ ടോണി ചെമ്മണി. അത്തരത്തിൽ ഇപ്പോൾ UDF സർക്കാരാണല്ലോ ഈ വർഷം തുടങ്ങുന്നത് മുതൽ കഴിഞ്ഞ മെയ് മാസം വരെ ഭരിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ പരാതികൾ നേരത്തെ ഉള്ള പരാതികൾ ആണ് എങ്കിൽ പല സംഭവങ്ങളും ഇപ്പോൾ ഏറ്റവും ഒടുവിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഈ സാന്ദ്ര തോമസിൻ്റെ പരാതി ഒഴികെയുള്ളവ പഴയ പരാതികളാണ്. എന്തുകൊണ്ടാണ് അന്നൊന്നും കേസെടുക്കപ്പെടാത്തത് എന്നുള്ളത് കൗതുകകരമാണ്. അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് പരാതി ഉണ്ടാകാത്തത് എന്നുള്ളതും കൗതുകകരമാണ്. ഇതിപ്പോൾ ഇവിടെ ശ്രീമതി ഫാത്തിമ പറയുന്നത് മാതിരി ഒരാളെ ടാർഗറ്റ് ചെയ്യുക എന്നുള്ളതാണോ? താങ്കൾ ഈ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാകുമല്ലോ, ആ മനസ്സിലാക്കൽ എന്താണ്? ഇതിന് UDFൻ്റെ ഭരണകാലത്തല്ല ശ്രീ സിദ്ദീഖിനെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. അറസ്റ്റ് ചെയ്തതല്ല, ഇതിന് ആധാരമായ സംഭവം അത് പരാതിക്കാർ അക്കാര്യത്തിൽ സൂചിപ്പിക്കുകയുണ്ടായി. ഭയം കൊണ്ട് ഞങ്ങൾക്ക് ഇത്രയും നാളിത് പുറത്തു പറയാൻ സാധിച്ചില്ല എന്നുള്ളത് പരാതിക്കാർ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവരുടെ ഭയമാണ് നേരത്തെ ഇത്തരം ഒരു പരാതിക്ക് മുന്നോട്ട് വരുന്നതിന് തടസ്സം നിന്നതെന്നാണ് നമുക്കതിൽ നിന്ന് മനസ്സിലാക്കേണ്ടി വരുന്നത്. ഇവിടെ ശ്രീമതി ഫാത്തിമ തൻ്റെ ഭർത്താവിനെ ഇവിടെ ന്യായീകരിച്ച് ഞാനും സംസാരിച്ചത് കേട്ടു.
പക്ഷെ ഇവിടെ ഒരു നിമിഷം അല്ല, താങ്കൾ തുടർന്നോളൂ. എറണാകുളം റേഞ്ച് ഐ ജിയെ പ്രതീക്ഷിച്ചതുകൊണ്ടാണ് ഞാൻ ഇടപെട്ടത്. തുടർന്നോളൂ. പക്ഷേ ഇവിടെ പോലീസ് നടപടിയെല്ലാം ഉണ്ടായിട്ടുള്ളത് CPM ഭരിക്കുന്ന CPM ഗവൺമെൻറ് കീഴിലാണ്. അപ്പോൾ പോലീസ് വേട്ടയാടി എന്ന് ശ്രീമതി ഫാത്തിമ പറയുമ്പോൾ സ്വന്തം ഗവൺമെൻറ്റിനെതിരെ ആണ് ആ വിമർശനം എന്ന് കൂടി മനസ്സിലാക്കണം. ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല പോലീസ് അങ്ങനെ വേട്ടയാടിയെന്ന്. ഒരു DIFIയുടെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ശ്രീ സിദ്ദിഖിനെ പോലെയുള്ളൊരു പ്രവർത്തകനെ പോലീസ് ഒരു കേസിൽ ഉൾപ്പെടുത്തണമെങ്കിൽ വളരെ വ്യക്തമായ പരാതിയുടെ അടിസ്ഥാനത്തിൽ തന്നെ ആ പരാതി കഴമ്പുള്ളതാണ് എന്ന് പോലീസിന് പ്രാഥമികമായ അന്വേഷണത്തിൽ ബോധ്യപ്പെട്ടുകൊണ്ട് തന്നെയായിരിക്കണം. അതെല്ലാം ഇനി പോലീസ് അത്തരം തുടർന്നുള്ള നിയമ നടപടികളിലൂടെ നമുക്ക് അത്തരം കാര്യങ്ങളെ സംബന്ധിച്ചറിയാം. അതുകൊണ്ട് ഇത്തരം ക്രിമിനൽ പ്രവർത്തനങ്ങൾ നടത്തി എന്നത് മുൻകാലങ്ങളിൽ പരാതിയില്ലാത്തത് കൊണ്ട് നടത്തിയില്ല എന്ന് സ്ഥാപിക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. കാരണം പലപ്പോഴും നമ്മുടെ നാട്ടിൽ ഇത്തരം ഗുണ്ടാ മാഫിയ പ്രവർത്തനങ്ങൾ ജനങ്ങൾ ഭയപ്പെട്ട് പറയാതെ ഇരിക്കുന്നുണ്ട്. പരാതിക്കാർ പലപ്പോഴും മുന്നോട്ട് വരാറില്ല. പക്ഷെ ഒരു സന്ദർഭത്തിലായിരിക്കും അവർക്ക് ഒരുപക്ഷെ ഇത്തരം പരാതികളായിട്ട് മുന്നോട്ട് വരുമ്പോഴായിരിക്കും ഇത്തരം കാര്യങ്ങളെല്ലാം അറിയുന്നത്. അതുകൊണ്ട് മുൻകൂട്ടി നേരത്തെ പരാതികൾ ഉണ്ടായില്ല എന്നുള്ളതുകൊണ്ട് ചെയ്ത പ്രവൃത്തികൾ ഒന്നും ഇല്ല എന്ന് സ്ഥാപിക്കുന്നത് ശരിയല്ല. ശരി, അതാണ് താങ്കളുടെ വാദം. ശ്രീ എ റഹീം, ഗുണ്ടകൾക്കെതിരായ നടപടിയിൽ രാഷ്ട്രീയം നോക്കില്ല. ഇത് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ പറഞ്ഞതാണ്. ഇത്തരക്കാർ പാർട്ടിയോടോ തന്നോടോ അടുത്തു നിൽക്കുന്നവരാണെങ്കിലും സംരക്ഷണ വലയം ഉണ്ടാകില്ല. ഇത് മുഖ്യമന്ത്രി നിയമസഭയ്ക്ക് ഉറപ്പു നൽകിയ കാര്യമാണ്. ഇപ്പോൾ കൊച്ചിയിലെ ഗുണ്ടാ സംഭവ വികാസങ്ങളുടെ പശ്ചാത്തലത്തിൽ ഒരു ടാസ്ക് ഫോഴ്സ് രൂപീകരിക്കുകയും കേസെടുക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിൽ CPIM ബന്ധമുള്ള പ്രമുഖനെ, CPIMൻ്റെ ഏരിയ സെക്രട്ടറിയെ ഇതേവരെ കണ്ടെത്താനായിട്ടില്ല. രാഷ്ട്രീയ സംരക്ഷണം നൽകില്ല എന്ന് ഉറപ്പു നൽകുന്ന മുഖ്യമന്ത്രി അത് പ്രായോഗിക അർത്ഥത്തിൽ കൊണ്ടുവന്നിരുന്നുവെങ്കിൽ ഈ പ്രതി ചേർക്കപ്പെട്ട ആൾ ഇപ്പോഴും പുറത്തു നിൽക്കുമായിരുന്നോ? അഭിലാഷേ, ഇവിടെ ഒരു 1.5 വർഷം മുമ്പ് നടന്ന സംഭവമാണിത്. ഇവിടെ എന്നോട് പറഞ്ഞത്, കോൺഗ്രസിൻ്റെ പ്രതിനിധി പറഞ്ഞത്, അവർ ഭയം കൊണ്ട് കൊടുത്തില്ല എന്നാണ്. അവരാ പറഞ്ഞത്. അതെ, ഞാനല്ല, അവർ തന്നെയാണ് പറഞ്ഞത്. അവർ ഭയം കൊണ്ട് കൊടുത്തില്ല. ആർക്കെതിരായ പരാതി? CPMൻ്റെ നേതാവിനെതിരെ. CPMൻ്റെ നേതാവിനെതിരായ പരാതി പോലും ഭയരഹിതമായി കൊടുക്കാൻ കഴിയുന്ന ഉത്തരവാദിത്തമുള്ളൊരു സർക്കാർ ആയിരുന്നില്ല കേരളത്തിൽ ഭരിച്ചിരുന്നത്. അങ്ങനെ CPMനെതിരായ ഒരു നേതാവിൻ്റെ എതിരായ പരാതി പോലും നിർഭയം ഞങ്ങൾക്ക് നീതി കിട്ടും എന്ന ഉറച്ച വിശ്വാസത്തോടെ ചെന്ന് കയറാൻ അന്ന് കേരളത്തിലൊരു മുഖ്യമന്ത്രി ഉണ്ടായിരുന്നില്ല. ഇന്ന് ചെന്ന് കയറാൻ അങ്ങനെ ഒരു മുഖ്യമന്ത്രിയുണ്ട്, പരാതി സ്വീകരിക്കാൻ ആളുണ്ട്, നാഥനുണ്ട് സംസ്ഥാനത്ത്. സ്വാഭാവികമായി കേസെടുത്തു. അതാണ് കേരള നിയമസഭയ്ക്കകത്ത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പറഞ്ഞത്. ഇവിടെ ഇതിൻ്റെ മുഴുവൻ ഉത്തരവാദിത്തം ഞങ്ങൾക്കുണ്ട്. 2 DIFIയുടെ ഒരു ഉത്തരവാദിത്തപ്പെട്ട പ്രവർത്തനകാര്യമൊക്കെ പറഞ്ഞു. മാധ്യമങ്ങളുടെ നിഷ്പക്ഷതയും കൂടി ഞാൻ ചോദിക്കട്ടെ. യൂത്ത് കോൺഗ്രസിൻ്റെ കാട്ടാക്കട മണ്ഡലം സെക്രട്ടറി, ഞാൻ തിരുവനന്തപുരത്ത് വരുന്ന ആളാണല്ലോ, കാട്ടാക്കട മണ്ഡലം ജനറൽ സെക്രട്ടറി ഇപ്പോൾ പാലക്കാട് ജയിലിലാണ്. ഏതെങ്കിലും മാധ്യമം ചർച്ച ചെയ്തോ? മാധ്യമങ്ങളുടെ നിലപാടെന്താ കാര്യത്തിൽ? എന്താ കേസെന്നറിയോ? അദ്ദേഹം ഓട്ടോ തൊഴിലാളിയാണ്. അയാളുടെ ഓട്ടോയിൽ കയറിയ ഒരു പൂവർ ഹോമിലെ യുവതിയെ കൊണ്ടുപോയി, അനാഥാലയത്തിലെ യുവതിയെ കൊണ്ടുപോയി മൃഗീയമായി ഫോഴ്സ് ഉപയോഗിച്ച് കൂട്ടബലാത്സംഗം ചെയ്ത കേസിലെ പ്രതിയാണ്. ഇത് DYFIയുടെ യൂണിറ്റ് സെക്രട്ടറി പ്രതിയായി എന്നുള്ളതല്ല ഇവിടുത്തെ വിഷയം. മറിച്ച് പിണറായി വിജയനാണ് കേരളം ഭരിക്കുന്നത്. കോടിയേരി ബാലകൃഷ്ണനാണ് CPIMന്റെ സെക്രട്ടറി. അത് പറഞ്ഞുകൊണ്ട് ഇത് കോടിയേരിയുടെ കൊട്ടേഷനാണെന്ന് പറഞ്ഞുകൊണ്ട് DYFIയുടെ ഉത്തരവാദിത്തപ്പെട്ട ഭാരവാഹി ഇവിടെയുള്ള സംരംഭകരെ പിഴിഞ്ഞ് പണം വാങ്ങുന്നതാണ് ചർച്ചാ വിഷയം. ഞാൻ പറയട്ടെ, അങ്ങനെ ഏതെങ്കിലും സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ അഭിലാഷേ, ആ പരാതിയുടെ മെരിറ്റോ ഡിമെരിറ്റോ അതിൻ്റെ പോസ്റ്റ്മോർട്ടത്തിനോ ഞങ്ങൾ പോയില്ലല്ലോ. ആ പരാതി FIR ഇട്ടില്ലേ? പ്രതികളെ പിടിച്ചില്ലേ? എന്തെങ്കിലും കാലതാമസം വന്നോ? ഏതെങ്കിലും പത്രങ്ങൾക്ക് ചർച്ച ചെയ്യേണ്ടി വന്നോ? ഒന്നും വന്നില്ലല്ലോ. എല്ലാം കൃത്യസമയത്ത് സംഭവിച്ചല്ലോ. കാലവിളംബമുണ്ടായെന്ന ആക്ഷേപമുണ്ടോ? ഇല്ല. പിന്നെ എല്ലാം നിയമത്തിൻ്റെ വഴിക്ക് പോകുന്നില്ലേ? വാക്കിലല്ല, പ്രവൃത്തിയിലാണ്. അത് കൃത്യമായി പോകുന്നുണ്ട്. ഈ പ്രശ്നങ്ങളുണ്ടാക്കിയാരാ? ഇത് പറഞ്ഞാൽ കേട്ടാ തോന്നും ഈ കേരളത്തിലുള്ള മുഴുവൻ ഗുണ്ടകളും കഴിഞ്ഞ് ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം സെൻട്രൽ സ്റ്റേഡിയത്തിൽ വെച്ച് ചെയ്ത് വന്നവരാണ് വന്നത്. ഈ കൊച്ചിയിലെ കാര്യം എടുക്ക്. 2015 9 പേരുടെ പേരിൽ ഈ കൊച്ചി കൊടുത്തു. ഏതാ ഗുണ്ടാക്കി കാപ്പകമത്താൻ. ഒരാളുടെ പേരിൽ, ബായി നാസർ എന്ന് പറയുന്ന ഒരാളുടെ പേരിൽ മാത്രമാണ് അത് ഓർഡറായി വന്നത്. ആ ബായി നാസറുടെ പേരിൽ പോലും 3 തവണ റിജക്റ്റ് ചെയ്തു. 4ാം തവണ വീണ്ടും റിപ്പീറ്റ് ചെയ്യുമ്പോഴാണ് ചെയ്തത്. കഴിഞ്ഞ ഗവൺമെൻറ് കാലത്ത് 2015 2016 കണക്ക് 12/4/2016 ഞങ്ങളുടെ ഗവൺമെൻറ് വരുന്നതിന് തൊട്ട് മുമ്പ് വരെ 6 പേരുടെ പേരാണ് ഗുണ്ടാക്കിൽപ്പെടുത്തണമെന്ന് പറഞ്ഞിട്ട് പോലീസ് കേസെടുത്ത് നിയമപരമായി കൊടുത്തത്. ആ കൊടുത്തത് ചെയ്തില്ല. അതിൽ ഒരാളുടെ പേര് റിജക്റ്റ് ചെയ്തു, ഒരാളുടെ പേര് ഉൾപ്പെടുത്തി. 4 പേരുടെ കാര്യത്തിൽ ഇപ്പോഴും തീരുമാനമായിട്ടില്ല. ഇതവരുടെ ഗവൺമെൻറ് ചെയ്താന്നേ. ഞാൻ ചോദിക്കട്ടെ, ഞാൻ പറയട്ടെ, കഴിഞ്ഞ ഈ കേരളത്തിലെ ഗുണ്ടാ എലമെൻസ് എന്ന് പറയുന്നത് ശക്തമായി നേരിടുന്നതിനുള്ള ഒരു നിയമം കൊണ്ടുവന്നത് സഖാവ് കോടിയേരി കേരളം ഭരിക്കുമ്പോഴാണ്. ഞങ്ങളത് ശക്തമായി കൊണ്ടുവന്നു, മുഖം നോക്കാതെ. എന്നാൽ അതേസമയം തന്നെ വിക്ടിമൈസ് ചെയ്യപ്പെടാതെയും ദുരുപയോഗം ചെയ്യപ്പെടാതെയും നിയമം കൊണ്ടുവന്നു. ആ നിയമം ഇവരുടെ കാലത്ത് പ്രോപ്പറായി വിനിയോഗിച്ചില്ല. അങ്ങനെ ഗുണ്ട ആക്ട് വീണ്ടും സജീവമാകുന്നു. ആ ഗുണ്ട ആക്ടിനെ കുറിച്ച്, ആ ഗുണ്ടാ പ്രവർത്തനം സജീവമാകുന്നു. ആ ഗുണ്ടാ പ്രവർത്തനം ശ്രദ്ധയിൽ വന്ന ഉടനെ തന്നെ ഒരു ടാസ്ക് ഫോഴ്സ് വരുന്നു.
ടാസ്ക് ഫോഴ്സ് വരുന്നു, നോഡൽ ഓഫീസർ വരുന്നു, അവർ അതിനുവേണ്ടി മാത്രം കൗണ്ടർ ഇൻ്റലിജൻസ് ടീം വരുന്നു. കേരളത്തിൽ ഇന്ത്യക്ക് തന്നെ മാതൃകയാക്കാൻ കഴിയും വിധം ഒരു ആ ടാസ്ക് ഫോഴ്സ് രൂപീകരിച്ചതിന് ശേഷം രജിസ്റ്റർ ചെയ്ത ആദ്യ കേസിലെ ഒന്നാം പ്രതി നിങ്ങളുടെ പാർട്ടിയുടെ ഏരിയ സെക്രട്ടറി. ഞാൻ പറയട്ടെ ആ പരാതിയുടെ ഇപ്പോൾ ആ കേസുമായി ബന്ധപ്പെട്ട് ഞങ്ങളുടെ പാർട്ടിയുടെ ഏരിയ സെക്രട്ടറി എന്നുള്ളതാണ് നിങ്ങളുടെ വാർത്താ എലമെന്റ്. അതാണ് എൻ്റെ പ്രശ്നം. എൻ്റെ വിമർശനം അതാണ്. ഞങ്ങളുടെ പാർട്ടിയുടെ ഏരിയ സെക്രട്ടറി എന്നോ എ എന്നോ ബി എന്നോ ആയിക്കൊള്ളട്ടെ പക്ഷേ ഞങ്ങളുടെ പാർട്ടിയുടെ ഏരിയ സെക്രട്ടറി എന്നുള്ളത് നിങ്ങൾ എന്തിനാ ഫോക്കസ് ചെയ്യുന്നത്? ഭരിക്കുന്ന പാർട്ടിയുടെ ഏരിയ സെക്രട്ടറി 1.5 വർഷം മുമ്പ് നടന്ന സംഭവം ഫോക്കസ് ചെയ്താൽ പോലും ചെറുതല്ല, വലിയ പോസ്റ്റാ, ഉത്തരവാദിത്തപ്പെട്ട പോസ്റ്റാ. അങ്ങനെയുള്ള ഒരാളെ പോലും മുഖം നോക്കാതെ നടപടിയെടുക്കാൻ കഴിയുന്ന ഒരു ഗവൺമെന്റാണ് കേരളം ഭരിക്കുന്നത്. ശരി, അപ്പോഴും ഞങ്ങൾക്കാണ് പത്രമാറ്റം. ശരി, അത് നമുക്ക് കാത്തിരുന്ന് കാണാം. ശ്രീമതി ഫാത്തിമ, ഇപ്പോൾ റഹീം സൂചിപ്പിച്ചല്ലോ ഭായ് നസീർ കാപ്പ ചുമത്തപ്പെട്ട് ഗുണ്ടാ ലിസ്റ്റിൽപ്പെട്ട് ജയിലിൽ കിടക്കുന്ന ആളാണ്. അയാളുടെ അനുയായിയാണ് താങ്കളുടെ ഭർത്താവെന്നാണ് ഞാൻ ഇന്നൊരു ഓൺലൈൻ മാധ്യമത്തിൽ വായിച്ചത്. എനിക്കത് സ്ഥിരീകരിക്കാൻ പറ്റിയില്ല, ഞാൻ കേൾക്കൂ. അങ്ങനെ ഭായ് നസീർ അകത്ത് കിടക്കുമ്പോൾ ഭായ് നസീറിന് വേണ്ടി മുംബൈ മാതൃകയിലൂടെ ഹഫ്ത പിരിക്കുന്നത്, എറണാകുളം നഗരത്തിലെ വ്യാപാരികളിൽ നിന്ന് പണം പിടുങ്ങുന്നത് താങ്കളുടെ ഭർത്താവിന്റെ നേതൃത്വത്തിലാണെന്നുള്ളതാണ് വാർത്ത. വാർത്തകൾക്കാണോ ഈ നാട്ടിൽ പഞ്ഞം? വാർത്തകൾ തന്നെയാണല്ലോ. അതാ വിശദീകരിക്കാം. കാരണം നമുക്ക് ഒരു സംബന്ധമില്ലാത്തൊരു വിഷയത്തെക്കുറിച്ച് ഇപ്പോൾ അഭിലാഷ് പറഞ്ഞാലോ ആര് പറഞ്ഞാലോ വിശദീകരിക്കേണ്ട ഒരു ബാധ്യത എനിക്കില്ല. എനിക്കുള്ള ബാധ്യത എന്ന് പറഞ്ഞാൽ നിരപരാധിയായിട്ടുള്ള എൻ്റെ ഭർത്താവിനെ ഇത്രയും വലിയൊരു കേസിലേക്ക് വലിച്ചഴച്ചു എന്നുള്ള. രണ്ടാമത് പൊതുരംഗത്ത് 10-12 വർഷമായിട്ട് കൃത്യമായിട്ട് ഒരു ചാർട്ടോട് കൂടി കൃത്യമായി പ്രവർത്തിക്കുന്ന പ്രവർത്തകരാണ് ഞാനും എൻ്റെ ഭർത്താവും. 72ാം ഡിവിഷനിൽ നിങ്ങൾക്ക് വന്ന് അന്വേഷിച്ചാൽ അറിയാം. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇത്രയും വലിയൊരു അലിഗേഷനൊക്കെ അദ്ദേഹത്തെ പറ്റി ഉണ്ടെങ്കിൽ കഴിഞ്ഞ ഞാൻ 1-2 ഇപ്പോൾ ബഹുമാനായ ടോണി ചമ്മണി പറഞ്ഞല്ലോ, ഇത്ര 1-2 മുന്നേ കേസില്ലായിരുന്നു പറഞ്ഞാൽ ഇപ്പോൾ കേസുണ്ടായി. ശരിയാണ്. കാരണം 10 വർഷമായി അദ്ദേഹത്തെ പറ്റി കേസോ പ്രതീക്ഷകളോ പ്രശ്നങ്ങളോ ഒന്നും ആ പ്രദേശത്ത് ഉണ്ടായിട്ടില്ല. ഏറ്റവും പുരോഗമനാത്മകപരമായിട്ട് സാമൂഹ്യ പ്രശ്നങ്ങളിൽ ഇടപെട്ടുകൊണ്ട് സാധാരണക്കാരനെ പോലെ ജീവിച്ച വ്യക്തിയാണ്. എത്ര കാലമായി CPIM പ്രവർത്തകനാണ്? 12 വർഷത്തോളം ഞങ്ങൾ CPIM DYFIയുടെ പ്രവർത്തകരാണ്. 12 വർഷമായിട്ട്. അതിൽ എൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് 12 വർഷമായി. അതിന് മുന്നേയുള്ള കാര്യങ്ങളല്ല. 12 വർഷത്തിൽ ഈ 12 വർഷ കാലയളവ് നിങ്ങളൊന്ന് പരിശോധിക്കൂ. ഈ ചാനലുകളോ ഓൺലൈൻ മാധ്യമങ്ങളോ അല്ലെങ്കിൽ പലതരത്തിലുള്ള പത്രമാധ്യമങ്ങളോ, ഇത് ഞാൻ കൂലിയെഴുത്ത് തന്നെ വിശേഷിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. അത്തരത്തിൽ ഒരു സംഘടനയുടെ പ്രതിനിധിയായി എന്നതിൻ്റെ പേരിൽ ആ സംഘടന ഇന്ന് ജനങ്ങൾക്ക് അക്കൗണ്ടബിൾ ആയിട്ടുള്ള ഒരു സംഘടനയാണ് എന്നുള്ളതിൻ്റെ പേരിൽ അതിൻ്റെ പ്രതിനിധിയായി എന്ന പേരിൽ മാത്രം ക്രൂശിക്കപ്പെടുക. അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഈ കേസുകളിലെല്ലാം പ്രതിയാക്കപ്പെട്ട ഡിവൈഎഫ്ഐ യൂണിറ്റ് സെക്രട്ടറിമാരുണ്ടാകും? കറുകപ്പള്ളിയിൽ തന്നെ എത്ര ഡിവൈഎഫ്ഐക്കാരുണ്ടാകും? അവരൊന്നും അങ്ങനെ ടാർഗറ്റ് ചെയ്യപ്പെടുന്നില്ലല്ലോ. അതുകൊണ്ട് അത് തന്നെയാണ് എന്റെ സംശയം. എന്തുകൊണ്ടാണ് അങ്ങനെ സിദ്ദീഖ് ടാർഗറ്റ് ചെയ്യപ്പെടുന്നത്? കുഴപ്പമുള്ളതുകൊണ്ടായിരിക്കുമല്ലോ സ്വാഭാവികമായി. കുഴപ്പമുള്ളത് കൊണ്ടല്ല, നല്ലതുള്ളത് കൊണ്ടും ടാർഗറ്റ് ചെയ്യപ്പെടാം. നമ്മൾ പറയില്ലേ മാങ്ങയുള്ള മാവിലെ കല്ലെറിയുന്നു. സിദ്ദീഖ് ആ പ്രദേശത്തെ എല്ലാ പ്രശ്നങ്ങളിലും ഇടപെട്ട് പ്രവർത്തിക്കുന്നതാണ്. നല്ല ഉശിരന്മാരായിട്ടുള്ള സഖാക്കളുടെ ഒരു രക്തദാന സേന, മദ്യത്തിനും മയക്കുമരുന്നിനുമെതിരെ പ്രവർത്തിക്കുന്ന ഒരു സേന. അതുകൂടാതെ ആ പ്രദേശത്തുള്ള എല്ലാ പ്രവർത്തന പരിപാടികളിലും ഇന്ന് കേരളത്തിലെ ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന കമ്മിറ്റി വരെ അക്രഡിറ്റ് ചെയ്തിട്ടുള്ള ഒരു യൂണിറ്റാണ് ഡിവൈഎഫ്ഐയുടെ മസ്ജിദ് യൂണിറ്റ്. അതിലാർക്കും സംശയമില്ല. അത്തരത്തിലെ എല്ലാ പ്രവർത്തനങ്ങളും നിരവധിയായിട്ടുള്ള പത്ര റിപ്പോർട്ടുകൾ പരിശോധിച്ചാൽ നിങ്ങൾക്കറിയാം. ഇത്രയും ലൈം ലൈറ്റിൽ നിൽക്കുന്ന ഒരു വ്യക്തിയെയാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് കൊച്ചിയിലെ ഏറ്റവും വലിയ ഗുണ്ട എന്ന രീതിയിൽ നിങ്ങൾ അവതരിപ്പിക്കുന്നത്. ഒരു കുടുംബത്തിന്റെ മൊത്തം പ്രതീക്ഷയായിട്ടുള്ള വ്യക്തി, ഒരു പ്രദേശത്തിന്റെ പ്രതീക്ഷയായിട്ടുള്ള വ്യക്തി. ശരിയാണോ ശ്രീ ടോണി ചമ്മണി? ശ്രീമതി ഫാത്തിമ അങ്ങനെ തന്നെ പറയണം. കാരണം സ്വന്തം ഭർത്താവിനെ ന്യായീകരിക്കേണ്ട ഒരു ഭാര്യയുടെ ഉത്തരവാദിത്തമാണ്. യഥാർത്ഥത്തിൽ ഇവിടെ ഇപ്പോൾ CPIMൻ്റെ പ്രതിനിധി പറഞ്ഞ പോലെ പോലീസ് ക്വിക്ക് ആക്ഷൻ നടത്തി. അഭിലാഷ് ഇതെല്ലാം ഒരു നാടകമാണ്. യഥാർത്ഥത്തിൽ ഞാൻ ഇന്നുകൂടി മനസ്സിലാക്കിയത് ശ്രീ സക്കീർ ഹുസൈൻ കളമശ്ശേരിയിൽ തന്നെയുണ്ട്. അദ്ദേഹം 2 CPIMൻ്റെ മുനിസിപ്പൽ കൗൺസിലർമാരുടെ ഒപ്പം കളമശ്ശേരിയിൽ ഇന്നും കണ്ടവരുണ്ട്. ഇതെല്ലാം പോലീസ് എഫ്ഐആർ ഇടുന്നു, 1-ാം പ്രതിയാക്കി ജാമ്യമില്ലാ വകുപ്പിടുന്നു. ഇതെല്ലാം നവംബർ 4-ാം തീയതി കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകും. ആ മുൻകൂർ ജാമ്യാപേക്ഷ ജാമ്യം കിട്ടുമെന്നൊരു പ്രതീക്ഷിക്കുകയായിരിക്കാം. അതുവരെ വളരെ ഒത്താശയോടുകൂടി, പോലീസിൻ്റെ ഒത്താശയോടുകൂടി തന്നെ സക്കീർ ഹുസൈൻ ഈ ജില്ലയിൽ തന്നെ കളമശ്ശേരിയിൽ ഉണ്ട് എന്ന് വളരെ വിശ്വസനീയമായ കേന്ദ്രം ഞങ്ങൾക്ക് അറിയാൻ കഴിയുന്നു. അപ്പോൾ പോലീസ് ക്വിക്ക് ആക്ഷൻ എടുത്തു, സഡൻ ആക്ഷൻ എടുത്തു എന്നെല്ലാം പറയുന്നത് യഥാർത്ഥത്തിൽ ഒരു പുക സൃഷ്ടിക്കൽ മാത്രമാണ്. ഇവിടെ ഇപ്പോൾ 2 പേരും ഇവിടെ ചർച്ച ചെയ്ത്, ഒന്ന് CPIMനെ ടാർഗറ്റ് ചെയ്യുന്നു, ഒന്ന് ഈ പറയുന്ന ഇതിൽ മാത്രം മാധ്യമശ്രദ്ധ വരുന്നു. മാധ്യമശ്രദ്ധ വരാനുള്ള കാര്യങ്ങളുണ്ട്. ഒന്ന്, ശ്രീ സിദ്ദീഖും അല്ലെങ്കിൽ അദ്ദേഹത്തിനോടൊപ്പം ഇപ്പോഴുള്ള സക്കീർ ഹുസൈനെല്ലാം ചെയ്തിട്ടുള്ളത് ചെറിയ കാര്യങ്ങളല്ല. മുംബൈയിലെല്ലാം മാത്രം കാണുന്ന അധോലോക സംഘങ്ങൾ ചെയ്യുന്ന പോലെയുള്ള കക്ഷികളെ തമ്മിൽ വിളിച്ചിരുത്തി ഭീമമായ തുക ഇടനിലന്ന് വാങ്ങുന്നു എന്നത് ഗൗരവമായ സംഗതി തന്നെയാണ്. അപ്പോൾ കോൺഗ്രസിൻ്റെ നേതാക്കന്മാരുണ്ടെങ്കിൽ അവരുൾപ്പെടെ ഇതിൽ വരേണ്ടതാണ്. ഞാൻ പറയുന്നത് ഞാൻ രാഷ്ട്രീയം കാണുന്നില്ല. അപ്പോൾ ഭീമമായ തുക
ഇത്തരത്തിൽ ഹഫ്ത വിരിക്കുന്ന രീതിയിൽ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അതിന് വാർത്താ പ്രാധാന്യമുണ്ട്. അല്ല, ഇതൊരു പുതിയ കാര്യമാണോ? കൊച്ചിയിൽ ഹഫ്ത വിരിക്കാറുണ്ടോ? അല്ല, ആ നിലയിലാണ് ഇപ്പോൾ വാർത്തകൾ വരുന്നത്. ഞാൻ മനസ്സിലാക്കുന്ന കാര്യം 5 വർഷം മേയറായിരുന്ന ആളല്ലേ? ഞാൻ പറഞ്ഞപ്പോൾ ഇവരൊന്നും പറയാൻ ഇടപെട്ടില്ല. ഇവിടെ സംഗതി അഭിലാഷിത്തൊന്നുമല്ല. വാർത്താ പ്രാധാന്യം വരുന്നത് CPM-ന്റെ അകത്തുനിന്ന് തന്നെ മാധ്യമങ്ങൾക്ക് ഇത് ചോർത്തി കൊടുക്കുകയാണ്. അതിൻ്റെ കാരണം പ്ലീസ് ഞാനൊന്ന് പറഞ്ഞോട്ടെ പ്ലീസ്. അതിൻ്റെ കാരണം ശ്രീ സക്കീർ ഹുസൈൻ ഈ ജില്ലയിലെ സമുന്നതരായ ഒരു CPM നേതാവിൻ്റെ കണ്ണും കാതുമാണ്. CPM പൊളിറ്റിക്സിൽ എല്ലാവർക്കും അറിയാം. CPM പൊളിറ്റിക്സ് എന്താവട്ടെ, അതുകൊണ്ട് ഇവരിവിടെ CPM പൊളിറ്റിക്സ് ആ രീതിയിൽ CPM നേതാക്കന്മാർക്കെതിരെ വാർത്ത വരുന്നു എന്ന് പറയുമെങ്കിൽ അത് സ്വന്തം പാർട്ടിയിൽ നിന്ന് തന്നെ ചോരുന്നതാണെന്ന് മാത്രം. പക്ഷേ ഇവിടെ വിഷയം മെറിറ്റോറിയസ് കൊച്ചിയിൽ മുംബൈയിലൊക്കെ ഉള്ളത് മാതിരി വ്യാപാരികൾക്ക് ഹഫ്ത കൊടുക്കണം. ഒരു കംപ്ലൈൻറ്റുമായി ഒരാൾ പോലീസ് സ്റ്റേഷനിലേക്ക് ചെന്നാൽ 10 മിനിറ്റിനകം ഗുണ്ടാ സംഘങ്ങളിൽ നിന്ന് ഈ ആരാണോ കംപ്ലൈൻറ്റ് അയാൾക്ക് വിളി വരുന്നു. അത് സെറ്റിൽ ചെയ്യുന്നത് പിന്നെ പോലീസല്ല, ഈ പറയുന്ന ഗുണ്ടാ സംഘങ്ങളാണ് എന്നുള്ളത് അങ്ങേയറ്റം ഞെട്ടിക്കുന്ന സ്ഫോടനാത്മകമായ ഒരു വാർത്തയാണ്. കൊച്ചിയിലെ ലോ ആൻഡ് ഓർഡർ കൈകാര്യം ചെയ്യുന്നത് ഇമാതിരിയുള്ള ഗുണ്ടാ സംഘങ്ങളാണെങ്കിൽ അത് വെളിപ്പെടുത്തു. താങ്കൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ ഞാനിപ്പോൾ കോട്ട് ചെയ്യുന്നത് മാധ്യമ റിപ്പോർട്ടുകളാണ്. തീർച്ചയായിട്ടും അത് വളരെ ഗൗരവമുള്ള സംഗതിയാണ്. കഴിഞ്ഞ 5 വർഷക്കാലം UDF ഭരിച്ച സമയത്ത് ഇത്തരം ഒരു വാർത്തകളും ഈ ജില്ലയിലും ഈ നഗരത്തിലും കേട്ടിട്ടില്ല. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ഭരണം മാറിയപ്പോൾ ഭരണത്തിൻ്റെ തണലിൽ സിദ്ദിഖിനെ സഹായിക്കുന്ന രാഷ്ട്രീയ നേതാക്കന്മാർ ഉൾപ്പെടെയുള്ളവർ ഇത്തരം ഹഫ്ത വിരിക്കുന്ന ഏർപ്പാടുകളിലോട് തിരിഞ്ഞു കാണാം എന്നായിരിക്കണം അറിയേണ്ടതായിട്ടുള്ളത്. ഇപ്പോൾ തിരിഞ്ഞതല്ല, വളരെ പെട്ടെന്ന് പിണറായി സത്യപ്രതിജ്ഞ ചെയ്തിട്ട് വൈകുന്നേരം ആ സമയം കഴിഞ്ഞിട്ട് ഏതാണ്ട് ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ട് തുടങ്ങിയതാണ്. നേരത്തെ ഉണ്ടെങ്കിൽ അല്ല. ജൂബി പൗലോസ് വിഷയത്തിലെ പരാതിക്കാരൻ ടെലിഫോൺ ലൈനിൽ. ശ്രീ ജൂബി പൗലോസ്, 2015 ഈ കേസിന് ആധാരമായ സംഭവം. ഈ നാട്ടിലൊരു നിയമവ്യവസ്ഥ ഉണ്ട്, താങ്കൾക്കറിയാം. താങ്കളുമായി ബിസിനസ് തർക്കത്തിൽ ഇവർ ഇടനിലക്കാരായി ഇടപെടുകയും താങ്കൾക്ക് കോംപ്രമൈസ് ചെയ്യുന്ന വിധത്തിൽ ഇവർ താങ്കളിൽ ബലം പ്രയോഗിച്ച് തന്നെ ഒരു ഡീൽ ഉണ്ടാക്കുകയും താങ്കൾ ഭയം കൊണ്ടത് പിന്നെ പറയാതിരിക്കുകയും ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് പരാതി നൽകുകയും ചെയ്തു എന്നുള്ളതാണല്ലോ ഇതിൻ്റെ ആകെത്തുക അല്ലെങ്കിൽ കഥ. കേരളത്തിന് മുൻപ് മുഖ്യമന്ത്രി ഉണ്ടല്ലോ, ഉമ്മൻചാണ്ടി. എന്തുകൊണ്ടാണ് ഇനിയിപ്പോൾ കൊച്ചിയിലെ പോലീസിന് വിശ്വാസമില്ലെങ്കിൽ അദ്ദേഹത്തിന് ഒരു പരാതി കൊടുക്കാതിരുന്നത്? അത് വളരെ സിമ്പിളാണ്. അതായത് എനിക്ക് പരാതി ഈ സംഭവം ഉണ്ടാവണേക്കാൾ മുമ്പേ തന്നെ എനിക്ക് കോടതി വിധി ലഭിക്കുകയുണ്ടായി. ഈ കോടതി വിധിയായിട്ട് ഞാൻ അവിടെ കയറാൻ ചെന്നപ്പോൾ എന്നെ അവിടുത്തെ ലോക്കൽ സ്റ്റേഷനിൽ വിളിച്ചു വരുത്തുകയും അന്നത്തെ AC പറഞ്ഞത് ACക്ക് അവരയച്ചൊരു വക്കീൽ നോട്ടീസിനാണ് കൂടുതലും നിയമപരമായ ഒരു പിന്തുണ കൊടുക്കാനായിട്ട് അന്ന് തോന്നിയത്. എനിക്ക് കിട്ടിയ ഒരു കോടതി ഓർഡറിന് അത്രയ്ക്ക് പോലും വില അവർ കൽപ്പിച്ചില്ല. അതുമാത്രമല്ല, പിറ്റേ ദിവസം എന്നെ വിളിച്ച് ശക്തമായി താക്കീത് ചെയ്യുക ചെയ്തത്. അവിടെ കയറിക്കഴിഞ്ഞാൽ പല രീതിയിലുള്ള കേസിലും ഉൾപ്പെടുത്തും എന്നുള്ള രീതിയിൽ താക്കീത് ചെയ്യുക ചെയ്തത്. അങ്ങനെയുള്ള അവസ്ഥയിൽ ഞാൻ വീണ്ടും ഇതേ പോലീസ് സ്റ്റേഷനിൽ തന്നെ ചെന്നല്ലേ കംപ്ലൈന്റ് ചെയ്യേണ്ടത്? എന്റെ പല കംപ്ലൈന്റുകളും സ്റ്റിൽ എനിക്ക് റെസീറ്റ് മാത്രം കിട്ടിയ. ഇപ്പോൾ താങ്കൾ മുഖ്യമന്ത്രിക്ക് കംപ്ലൈന്റ് ചെയ്തല്ലോ. അതെ, അത് നേരത്തെ ആകാമായിരുന്നില്ല എന്നാണ് ഞാൻ ചോദിച്ചത്. മുഖ്യമന്ത്രിക്ക് ഒന്നോടെ ചോദിക്കാവോ? മുഖ്യമന്ത്രിക്ക് നേരത്തെ തന്നെ പരാതി കൊടുക്കാമായിരുന്നില്ലേ? നമ്മളെപ്പോലുള്ള ഒരു സാധാരണ ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം പല ഇഷ്യൂകൾ ഉണ്ടാവുമ്പോൾ നമ്മൾ പകച്ചു പോവുക ചെയ്യുന്നത്. പിന്നെ ഞങ്ങൾ ചെയ്യുന്ന എന്താ, ഞാൻ ചെയ്തത് അന്ന് തന്നെ ഞാൻ കോടതി മുഖാന്തരം പ്രോസിക്യൂഷൻ നടപടിയായി മുന്നോട്ട് പോയി. പ്രോസിക്യൂഷന് വേണ്ട എല്ലാ തെളിവുകളും സബ്മിറ്റ് ചെയ്ത് പ്രോസിക്യൂഷൻ നടപടിയായി മുന്നോട്ട് പോകുന്നു. അവർ പ്രോസിക്യൂഷനിൽ നിന്ന് ലീവ് ആപ്ലിക്കേഷൻ കൊടുത്തും IA സബ്മിറ്റ് ചെയ്ത് പ്രോസിക്യൂഷൻ നടപടി ക്യാൻസൽ ചെയ്യണമെന്ന് IA സബ്മിറ്റ് ചെയ്തും അവർ മുന്നോട്ട് പോവുകയാണ് ചെയ്തത് ഇതുവരെയായിട്ട്. ഈ അവസ്ഥയിൽ ഞാൻ മുന്നോട്ട് വരാൻ കാരണം എന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ കേസിൽ എന്നെ ബുദ്ധിമുട്ടിച്ച ഇതേ പ്രതികളെ തന്നെ അറസ്റ്റ് ചെയ്തു എന്ന വാർത്ത വരികയും സബ്സിക്വന്റ് ആയിട്ട് ഞാൻ അറിയാതെ എന്റെ കേസിന്റെ ഡീറ്റെയിൽസ് പത്രത്തിൽ വരികയുണ്ടായി. താങ്കൾ അറിയാതെ? ആദ്യം വന്ന ഡീറ്റെയിൽസിലൊന്നും എനിക്ക് അറിയില്ലായിരുന്നു. എന്റെ ഇൻഫർമേഷൻ വെച്ച് വന്ന കേസുകളല്ല. ഓക്കെ, അതിനുശേഷമാണ് പരാതി കൊടുത്തത്. അതുകൊണ്ട് അതിനുശേഷം ഞാൻ പറയാത്ത വേർഷനുകളിലേക്ക് അത് മൂവ് ചെയ്യുകയാണ്. എനിക്ക് പല സ്ഥലത്തുനിന്ന് കോളുകൾ വരുന്നു, പല രീതിയിലുള്ള ഓപ്ഷൻ അതിലേക്ക് എടുക്കുന്നു. മോളിൽ നിന്ന് വരെ സംസ്ഥാന സെക്രട്ടറി ആണ് അതിൽ ഇൻവോൾവ്, അവരാണ് ഇൻവോൾവ്, ഇവരാണ് ഇൻവോൾവ് എന്നൊക്കെ ക്വസ്റ്റ്യൻ വരുന്നു. അങ്ങനെ ഒരു ഇൻവോൾവ്മെന്റ് ഉണ്ടായിരുന്നില്ല. ഈ സാക്കിർ ഹുസൈൻ എന്ന ഒരു വ്യക്തി മാത്രം അതിൽ ഇൻവോൾവ് ചെയ്തില്ല. അതായത് KR ബേക്കറിയിൽ വെച്ച് ശ്രീ ജൂബി പൗലോസ് താങ്കളോട് ഇത് കോടിയേരി ബാലകൃഷ്ണന്റെ കൊട്ടേഷൻ ആണ് എന്ന് സിദ്ദിഖ് പറഞ്ഞു എന്നുള്ളതാണ് ഈ പറയുന്ന താങ്കൾ ഉദ്ദേശിക്കുന്ന വേർഷൻ. അത് ശരിയല്ല എന്നാണോ? അല്ല,
സിദ്ദിഖ് എന്ന വ്യക്തി എന്നോട് കോടിയേരി ബാലകൃഷ്ണന്റെ കൊട്ടേഷൻ ആണെന്ന് പറഞ്ഞു. പക്ഷേ അടുത്ത അരമണിക്കൂറിൽ ഞാൻ ഏരിയ ഓഫീസിൽ ചെന്നപ്പോ തന്നെ എനിക്ക് മനസ്സിലായി അത് എന്നെ ഭയപ്പെടുത്താൻ പറഞ്ഞ കാര്യം മാത്രമേ ഉള്ളൂ. അത് സക്കീർ ഹുസൈനു വേണ്ടിയുള്ള കൊട്ടേഷൻ, സക്കീർ ഹുസൈന്റെ കൊട്ടേഷൻ ആയിരുന്നു എന്ന് അവിടെ വെച്ച് തന്നെ എനിക്ക് മനസ്സിലായി. അല്ല, താങ്കൾ ഇപ്പോൾ 2015 സംഭവം നടക്കുന്നത്. ഒരു ഗുണ്ട അല്ലെങ്കിൽ എക്സോർ വൈ കോടിയേരി ബാലകൃഷ്ണന്റെ കൊട്ടേഷനാണ് എന്ന് പറഞ്ഞ് എന്നെ ബലം പ്രയോഗിച്ച ഒരു സ്ഥലത്ത് CPIMന്റെ ഏരിയ കമ്മിറ്റി ഓഫീസിൽ കൊണ്ടുപോയി എന്നൊരു വാക്ക് പറഞ്ഞിരുന്നുവെങ്കിൽ കേരളത്തിലെ മാധ്യമങ്ങൾ മുഴുവൻ ഏറ്റെടുക്കുകയും ആ കാലത്തിൽ തന്നെ താങ്കളുടെ പരാതിക്ക് ഒരു പരിഹാരം ഉണ്ടാകുകയും ചെയ്യുമായിരുന്നില്ലേ എന്നാണ് എൻ്റെ ഒരു സംശയം. ഞാനൊരു സിമ്പിളായിട്ടൊരു കാര്യം ചെയ്യാം, ഞാൻ ചോദിക്കാം. ഞങ്ങളെപ്പോലുള്ള സാധാരണക്കാര് ഇഷ്യൂസ് വരുമ്പോൾ ഇഷ്യൂസിന് ഒഴിഞ്ഞു മാറാനാണ് നോക്കുള്ളൂ. ബിക്കോസ് എന്റെ ലൈഫിൽ തന്നെ ഫസ്റ്റ് ആയിട്ട് വന്ന ഒരു ഇഷ്യൂ ആണ്. അങ്ങനെയുള്ള ഇഷ്യൂവിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് പോലും നമുക്ക് അന്നേരം അറിയില്ല. നമുക്ക് ചെയ്യാൻ പറ്റുന്ന ലോക്കൽ പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈന്റ് ചെയ്യുക. ലോക്കൽ പോലീസ് സ്റ്റേഷനിൽ പോയി ഞാൻ കംപ്ലൈന്റ് ചെയ്യുമ്പോഴും ഞാൻ തിരിച്ചു വരുന്നത് ഞാനൊരു പ്രതിയായിട്ട് കേസ് എടുക്കും. അതിനൊരു കൗണ്ടർ കേസായിട്ട് മാത്രമേ ഞാൻ കൊടുക്കുന്നത് വരുന്നുള്ളൂ. അതാണ് സംഭവിച്ചുകൊണ്ടിരുന്നത്. അതെ, ഈ സിദ്ദിഖിനെ താങ്കൾക്ക് നേരത്തെ അറിയുമായിരുന്നോ? പാലാരിവട്ടത്ത് വെച്ച് കണ്ടപ്പോൾ മാത്രം അറിഞ്ഞതാണോ, അല്ലെങ്കിൽ നേരത്തെ ഈ തർക്കത്തിൽ ഇടപെട്ടിട്ടുണ്ടോ സിദ്ദിഖ്? സിദ്ദിഖ് അതിന്റെ തലേ ദിവസം എന്റെ സ്റ്റാഫിനെ ഈവനിങ് 8:15 PM സമയമായപ്പോൾ ആണ് വിളിച്ചു നിർത്തി ഈ ട്രിവാൻഡ്രത്തു നിന്നുള്ള കൊട്ടേഷൻ ആണെന്നും നാളെ 10 മണിക്ക് ഏരിയ സെക്രട്ടറിയുടെ ഓഫീസിൽ വന്ന് അത് തീർത്തോളണമെന്നും പറഞ്ഞു വിടുന്നത്. അത് കഴിഞ്ഞിട്ടാണ് എന്നെ രാവിലെ വിളിച്ചിട്ട് 11 മണിക്ക് KR ബേക്സിലേക്ക് വരാൻ പറയുന്നത്. ഈ സിദ്ദിഖ് ആരാണെന്നോ സക്കീർ ഹുസൈൻ ആരാണെന്നോ ഒന്നും എനിക്കറിയില്ല. ശരി, ദയവായി തുടരണം, താങ്കൾ ഫോൺ കട്ട് ചെയ്തരുത്. ശ്രീമതി ഫാത്തിമ, ഇങ്ങനെയാണ് ആദ്യം ഈ ഇദ്ദേഹത്തിൻ്റെ തൊഴിലാളിയെ ഭീഷണിപ്പെടുത്തുന്നു, അയാളെ തട്ടിക്കൊണ്ടുപോകുന്നു, പിന്നെ വിട്ടയക്കുന്നു. അതിനുശേഷം പിറ്റേന്ന് ഇയാളെ കാണുന്നു, ഇയാളുമായി സംസാരിക്കുന്നു, ഏരിയ കമ്മിറ്റി ഓഫീസിലേക്ക് ബലം പ്രയോഗിച്ച് കൊണ്ടുവരുന്നു. കൊട്ടേഷനാണ്. ഇതാണോ ഡിവൈഎഫ്ഐയുടെ പ്രവർത്തനം? ഇങ്ങനെയാണോ കറുകപ്പള്ളിയിലൊക്കെ ഡിവൈഎഫ്ഐ? അഭിലാഷേ, ഇപ്പോൾ അദ്ദേഹം പറഞ്ഞു ജൂബി പൗലോസ് പറയുന്ന കാര്യങ്ങളെല്ലാം പരസ്പര വിരുദ്ധമാണ്. അദ്ദേഹം പറയണു ഇപ്പോൾ തലേ ദിവസം ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ സ്റ്റാഫിനെ വിളിച്ചു പറഞ്ഞു ഇങ്ങനെ കൊണ്ടുവന്നു എന്ന്. അതിലെന്താ തെളിവ്? അദ്ദേഹം ഇത് അദ്ദേഹത്തിൻ്റെ വായോണ്ട് പറയുന്നതല്ലേ. മറ്റൊന്ന്, ഇദ്ദേഹത്തിൻ്റെ പരാതി ഇപ്പോൾ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ടല്ലോ. അതിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഈ KR ബേക്കറിയിൽ നിന്നും സിദ്ദീഖ് ഇദ്ദേഹത്തെ തട്ടിക്കൊണ്ടുപോയി സക്കീർ ഹുസൈനിലേക്ക്, അതാണ് സിദ്ദീഖിൻ്റെ പേരിൽ ആരോപിച്ച കുറ്റം, അബ്ഡക്ഷനാണ്, തട്ടിക്കൊണ്ടുപോകൽ. ഇത് തട്ടിക്കൊണ്ടുപോയി എന്നാണ് പറഞ്ഞത് പകൽ സമയത്ത് അദ്ദേഹത്തിൻ്റെ സ്വന്തം കാറിൽ. അദ്ദേഹം പരാതിയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. ഈ KR ബേക്കറി അഭിലാഷിന് കൃത്യമായിട്ട് അറിയാലോ, ഈ എറണാകുളത്ത് ജില്ലയിൽ തന്നെ ഏറ്റവും തിരക്കേറിയ പ്രദേശമാണ് പാലാരിവട്ടം. അവിടെ KR ബേക്കറിയിൽ നിന്നും സ്വന്തം കാറിൽ തട്ടിക്കൊണ്ടുപോയി എന്നാണ് പറയുന്നത് സിദ്ദീഖ്. അത് സിദ്ദീഖ് ആയുധങ്ങൾ കാണിച്ച് ഭീഷണിപ്പെടുത്തിയോ, അല്ലെങ്കിൽ സിദ്ദീഖിനെ കണ്ടപ്പോൾ തന്നെ പേടിച്ച് വിവശനായി ഇദ്ദേഹം കാറിൽ കയറിയെന്ന് സിദ്ദീഖിനെയും കാറിൽ കയറ്റിയിരുത്തി വണ്ടി ഓടിച്ച് സക്കീർ ഹുസൈൻ്റെ അല്ലെങ്കിൽ ഏരിയ കമ്മിറ്റി ഓഫീസിലേക്ക് ചെന്നു. ഇനി അങ്ങ് ചെന്നു എന്ന് തന്നെ വിചാരിക്കട്ടെ. ഏരിയ കമ്മിറ്റി ഓഫീസ് ഒരു അധോലോക കേന്ദ്രമല്ല. ഏരിയ കമ്മിറ്റി ഓഫീസ്, CPIMന്റെ ഏരിയ കമ്മിറ്റി ഓഫീസ് ഒരു പൊതു ഇടമാണ്. അവിടെ ഏരിയ സെക്രട്ടറി മാത്രമല്ല, നിരവധിയായിട്ടുള്ള ഓഫീസ് സെക്രട്ടറിമാരുണ്ടാവും, മറ്റ് വർഗ്ഗബഹുജന സംഘടനകളുടെ നേതാക്കന്മാരുണ്ടാവും. എപ്പോഴും പൊതുജനങ്ങൾ വന്നും കയറിയും ഇറങ്ങിപ്പോകുന്ന സ്ഥലമാണ്. അങ്ങനെയുള്ള ഒരു സ്ഥലത്തേക്ക് ഇദ്ദേഹം തട്ടിക്കൊണ്ടുപോയി എന്ന് പറഞ്ഞാൽ അത് 1 അല്ല 3 തവണ. അദ്ദേഹത്തിൻ്റെ പരാതിയിൽ പറയുന്ന കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ഇത് എത്തരത്തിലാണ് നമ്മൾ ഇതിനെ സ്വീകരിക്കുക? ഒരു തവണ തട്ടിക്കൊണ്ടുപോയി, ശരിയാണ്. അദ്ദേഹം പരാതി ആരംഭിക്കുന്നതിൽ തന്നെ പറയുന്നത് ഞാൻ ICICI ബാങ്കിലെ മാനേജറാണ്, എനിക്ക് മാധ്യമങ്ങളിൽ നിന്ന് കിട്ടിയ വിവരമാണ്, ഞാൻ പരാതി കണ്ടിട്ടില്ല, മാനേജറായി പ്രവർത്തിച്ച ആളാണ്, ഞാനൊരു അഭ്യസ്ത വിദ്യനാണ്. ഇത്രയും കാര്യങ്ങൾ ഉണ്ടായ സ്ഥിതിക്ക് ഇത്തരത്തിൽ ഒരു തവണ ഇദ്ദേഹത്തെ തട്ടിക്കൊണ്ടുപോയി ഈ സക്കീർ ഹുസൈൻ സഖാവിൻ്റെ മുന്നിൽ വെച്ച് ചോദ്യം ചെയ്തു, കാര്യങ്ങൾ ചെയ്തു എന്നൊക്കെ പറയുന്നു. ഇദ്ദേഹം ഒരു പോലീസിനെയും ബന്ധപ്പെട്ടില്ല എന്നുള്ളതാണ് സത്യം. ഇദ്ദേഹം പറയുന്നു പേടിച്ചിട്ടാണെന്ന്. അത് വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. താങ്കൾക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ശ്രീ ജൂബി പൗലോസ്, ഈ ചോദിച്ച ചോദ്യമുണ്ടല്ലോ, അതായത് KR ബേക്കേഴ്സ് ജനങ്ങളൊക്കെ വന്ന് രാവിലെ തന്നെ ചായ കുടിക്കുന്ന സ്ഥലമാണ്. അവിടെ നിന്ന് താങ്കളെ എങ്ങനെ താങ്കളുടെ സ്വന്തം കാറിൽ തട്ടിക്കൊണ്ടുപോകും എന്നുള്ള ചോദ്യമാണ് ആദ്യം ഉന്നയിച്ചത്. ഈ സംസാരിച്ച വ്യക്തി ആരാണെന്ന് എനിക്കറിയില്ല. സിദ്ദിഖിന്റെ ഭാര്യ, താങ്കൾ തട്ടിക്കൊണ്ടുപോയതായി ആരോപിക്കുന്ന സിദ്ദിഖിന്റെ ഭാര്യ. എന്റെ പരാതി കറക്റ്റായിട്ട് വായിച്ചു നോക്കാൻ പറയുക. എന്റെ പരാതി വായിച്ചു നോക്കി കഴിയുമ്പോൾ ആ വ്യക്തിക്ക് ഇപ്പൊ തോന്നിയ സംശയങ്ങൾ മുഴുവൻ തന്നെ മാറുകയുണ്ടാവും. പരാതി കറക്റ്റായിട്ട് വായിച്ചു നോക്കാൻ പറയാം. ഈ എന്തെങ്കിലും ഒരു സൈഡ് മാത്രം വായിക്കരുത്, മുഴുവൻ വായിക്കുക. ഞാൻ മുഖ്യമന്ത്രിക്ക് കൊടുത്ത പരാതി, അത് ലിങ്കായിട്ട് പിന്നെ പോലീസിന് കൊടുത്തിരിക്കുന്ന പരാതി, അത് കഴിഞ്ഞ് 3ാമത്തെ പോലീസിന് കൊടുത്തിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ്, ഈ 3 ചേർത്ത് വായിച്ചു നോക്കുക. അപ്പോൾ അതിനുള്ള കറക്റ്റ് മറുപടി അവർക്ക് ലഭിക്കും. അല്ല, ഇവിടെ ഉന്നയിക്കപ്പെട്ട സംശയത്തിന് താങ്കൾ മറുപടി പറഞ്ഞില്ല. എങ്ങനെ താങ്കളെ തട്ടിക്കൊണ്ടുപോയി? ഒരു പൊതുസ്ഥലത്ത് നിന്ന് താങ്കളെ മീറ്റ് ചെയ്യാൻ എത്തിയ ആളാണ്. അവിടെ നിന്ന് ഒരു പക്ഷേ ഞാൻ ആദ്യമേ വിളിച്ചപ്പോൾ തന്നെ പറഞ്ഞിരുന്നു, മറ്റ് ഡീറ്റെയിൽസ് എല്ലാം കറക്റ്റായിട്ട്
റൈറ്റിങ്ങും മൊഴിയിലും കൊടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് ഒരു വ്യത്യസ്തമായിട്ടൊന്നും തന്നെ എനിക്ക് പറയാനുമില്ല. അല്ല, ഇതിപ്പോ പൊതുസമൂഹത്തിന് തോന്നുന്ന ഒരു സംശയമാണ്, താങ്കളെ തട്ടിക്കൊണ്ടുപോയത് എങ്ങനെ എന്നുള്ള കാര്യം. ഇത്രയും കാര്യം പറയാമെങ്കിൽ അത് പറയാമല്ലോ. തട്ടിക്കൊണ്ടുപോയത് എന്നെ അവിടെ ഓഫീസിൽ വിളിച്ച് കെയർ ബേക്സിന്റെ ഫസ്റ്റ് ഫ്ലോറിൽ എന്നോട് വരാൻ പറയുകയും അവിടെ നിന്ന് എന്നോട് താഴത്തേക്ക് ഫോണിൽ സക്കീർ ഹുസൈനെ വിളിക്കുകയും സക്കീർ ബായ് എന്ന് വിളിച്ചു കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞു നമുക്ക് താഴത്തേക്ക് പോകാമെന്ന് പറഞ്ഞു. താഴത്തേക്ക് പോവുകയും എൻ്റെ കാറ് ഞാൻ അൺലോക്ക് ചെയ്ത സമയത്ത് നമുക്ക് ഏരിയ ഓഫീസ് കളമശ്ശേരി ഏരിയ ഓഫീസിലേക്ക് പോകാമെന്ന് പറഞ്ഞു. അന്നേരം ഞാൻ എനിക്കൊരു ബുദ്ധിമുട്ട് കാണിച്ചപ്പോൾ ഡോറ് തുറന്നിട്ട് ജസ്റ്റ് എന്നെ അങ്ങ് പുഷ് ചെയ്ത് അകത്തേക്ക് ഇരുത്തിയിട്ട് അവർ വണ്ടി എടുക്കുകയാണ് ചെയ്തത്. ഏരിയ കമ്മിറ്റി ഓഫീസിൽ എത്തിയതിനു ശേഷം ഏരിയ കമ്മിറ്റി ഓഫീസിൽ എത്തിയപ്പോൾ ഇദ്ദേഹവും ഒപ്പം ഉണ്ടായിരുന്ന ആ നേപ്പാളി ലുക്കുള്ള വ്യക്തിയും ഓടെ കൂടി ഞങ്ങൾ എന്നെയും കൂട്ടി മോളിയിട്ട് കയറിപ്പോയി. അന്നേരം സക്കീർ ഹുസൈൻ അവിടെ ഉണ്ടായിരുന്നില്ല. പിന്നെ കുറച്ച് സമയങ്ങൾക്ക് ശേഷം സക്കീർ ഹുസൈൻ അവിടെ വരികയാണ് ഉണ്ടായത്. താങ്കളോട് ഇത് സെറ്റിൽ ചെയ്യാൻ പറഞ്ഞു? എന്നോട് സെറ്റിൽ ചെയ്യണം, അതില്ലെങ്കിൽ ഇതിന്റെ പ്രത്യാഘാതം വളരെ കൂടുതലായിരിക്കും. അടുത്ത ദിവസം അവർക്ക് സൗകര്യമുള്ള ദിവസം ചർച്ച വയ്ക്കും, അന്ന് വന്ന് ഇത് സെറ്റിൽ ചെയ്തിരിക്കണം എന്ന് പറയുകയുണ്ടായി. ശരി, തുടരുക. താങ്ക് യു. ശരി, ശ്രീ എ റഹീം, ഇതിങ്ങനെ സെറ്റിൽ ചെയ്യപ്പെട്ടു എന്ന് ഇപ്പോൾ ഇദ്ദേഹം പറയുന്നു. അല്ല, മറ്റ് വിവരങ്ങൾ കൂടി വരുന്നുണ്ട്. ഈ അടുത്ത് ഒരു ബിസിനസ് റൈവലറിയുടെ ഭാഗമായി ഈ ഇൻഫോ പാർക്കിൻ്റെ അവിടെ വെച്ച് ഒരു വിദ്യാർത്ഥിയെ തട്ടിക്കൊണ്ടുപോയ വിഷയവും ഇതേമാതിരി സെറ്റിൽ ചെയ്തു എന്നാണ് കേൾക്കുന്നത്. രണ്ട് ബിസിനസ് പ്രമുഖർ തമ്മിലുള്ള തർക്കമാണ്. അപ്പോൾ CPIMൻ്റെ ഏരിയ കമ്മിറ്റി ഓഫീസ് ഇങ്ങനെ ബിസിനസ്സോ അല്ലാത്തതോ ആയ തർക്കങ്ങൾ സെറ്റിൽ ചെയ്യാനുള്ള സ്ഥലമായും അതിന് എന്തെങ്കിലുമൊക്കെ സാമ്പത്തികമായ നേട്ടമുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല, അതുണ്ടെങ്കിൽ അത് വാങ്ങാനുള്ള കേന്ദ്രമായൊക്കെ മാറുകയാണ്. സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടിയുടെ ഓഫീസ് ഇമാതിരി പണിക്കൊക്കെയാണോ ഉപയോഗിക്കേണ്ടത്? 1.5 വർഷം മുമ്പ് ഞങ്ങളെല്ലാം ഭരിച്ചിരുന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. അതാണ് നിങ്ങളുടെ ചോദ്യത്തിൻ്റെ പ്രസക്തമല്ലാതായി മാറുന്നത്. രണ്ടാമതൊരു കാര്യം, CPIMൻ്റെ ഓഫീസ് പൊതുജനങ്ങൾക്കുള്ളതാണ്. അവിടെ ഒരുപാട് പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാറുണ്ട്. അവിടെ നിങ്ങൾ ഈ പറയുന്നതുപോലെ ഈ ഉണ്ടായൊരു പ്രശ്നത്തെ പർവ്വതീകരിക്കുകയും ഈ CPIMനെ ഇതിനകത്ത് ഫോക്കസ് ചെയ്ത് CPIMനെ വല്ലാതെ മോശപ്പെട്ട പാർട്ടിയായി CPIMൻ്റെ ഓഫീസുകളെല്ലാം അധോലോക കേന്ദ്രങ്ങളാണെന്ന് പറഞ്ഞ് മാറ്റി തീർത്തിട്ട് എന്ത് നേട്ടമാണ് അഭിലാഷം നിങ്ങൾക്കുള്ളത്? ഞങ്ങൾക്കൊരു നേട്ടവുമില്ല. പരാതി ഉന്നയിക്കപ്പെട്ടിരിക്കുന്നു. ഞാൻ പറയട്ടെ. താങ്കൾ പറയുന്നു, എനിക്ക് എൻ്റെ ചോദ്യം നിങ്ങളോടാണ്, മാധ്യമങ്ങളോട് മാത്രമാണ്. ഞാനിപ്പോൾ ഇരിക്കുന്ന റിപ്പോർട്ടറുടെ സ്റ്റുഡിയോയിലാണ്. ഞാൻ അഭിലാഷോട് ചോദിക്കുന്നു, നിങ്ങൾ ഇതിന് കൊടുക്കുന്ന പ്രാധാന്യം എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ഭരിക്കുന്ന പാർട്ടിയുടെ കാലത്ത് നടന്ന സംഭവമല്ല. ഭരിക്കുന്ന പാർട്ടിയുടെ സമയത്ത് അധികാര ദുർവിനിയോഗം നടന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാർത്താ വാല്യുണ്ട്, എനിക്ക് മനസ്സിലാകും. ഡീറ്റെയിൽസ് അവരിൽ ചർച്ച ചെയ്യേണ്ടതാണ്. ഇല്ലെങ്കിൽ സ്വാഭാവികമായും ഞങ്ങൾ എന്തെങ്കിലും തരത്തിൽ ആനുകൂല്യം ചെയ്തു കൊടുത്തു. അതൊന്നും ഉണ്ടായിട്ടില്ല. ഇവിടെ വരുന്ന വിഷയം, എന്നിട്ട് ഇതെല്ലാം വെച്ചിട്ട് CPIM പോലൊരു പാർട്ടിയെ, ഭരിക്കുന്ന പാർട്ടി എന്ന് പറഞ്ഞാൽ വെറുതെ ഇല്ല, ജനങ്ങൾ ഇതേ പാർട്ടി ഏരിയ കമ്മിറ്റി ഓഫീസുകളും ഇതേ പാർട്ടി ഓഫീസുകളും എല്ലാം കണ്ടു നിൽക്കുന്ന ജനങ്ങൾ വോട്ടിട്ട് അധികാരത്തിൽ വന്നാണല്ലോ. പറയട്ടെ, അവിടെ ഞങ്ങൾ വിമർശനത്തിന് അതീതരമല്ല. എൻ്റെ വിനീതമായൊരു സംശയം, എന്തിനാണ് നിങ്ങൾ ഈ CPIM വേട്ട ഇപ്പോഴും കൊണ്ടു നടക്കുന്നത്? ഞാൻ ഈ കാര്യം വളരെ പ്രസക്തമായി ഇതിൻ്റെ കണക്കുകൾ ഉദ്ധരിച്ചുകൊണ്ട് കൊച്ചിയിലെ ഞാൻ കുറേ കാര്യങ്ങൾ പറഞ്ഞു. ശ്രീ ടോണിക്ക് അത് സംബന്ധിച്ച് ഒരു മറുപടി ഉണ്ടായിരുന്നില്ല. കഴിഞ്ഞ 5 വർഷം അദ്ദേഹം തന്നെ ഇപ്പോഴും പറയുന്നു, കഴിഞ്ഞ 5 വർഷം മുഖ്യമന്ത്രിയുടെ അടുത്ത് പോകുന്നതിനെക്കുറിച്ച് ആലോചിക്കുക പോലും ചെയ്യാൻ കേരളത്തിലെ മുഖ്യമന്ത്രി ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു നാഥനില്ലാ കളരിയായിരുന്ന കേരളത്തെ ഈ ഗവൺമെൻറ് ആക്ട് ചെയ്യുന്നതിനെ ശ്ലാഘിക്കുന്നതിന് പകരം CPIMനെ പിൻ പോയിന്റ് ചെയ്ത് ആക്രമിക്കുന്നതിൻ്റെ മാധ്യമധർമ്മം ഒന്ന് വിശദീകരിച്ചു. ഞാൻ വിശദീകരിക്കാം. ഒന്ന്, മുഖ്യമന്ത്രി ആക്ട് ചെയ്യുന്നില്ല എന്ന് പറയുന്നില്ല. രണ്ടാമത്തെ കാര്യം, ശരി, നിങ്ങൾ ഭരിക്കുന്ന പാർട്ടി അല്ല എങ്കിലും സംസ്ഥാനത്തെ പ്രബലമായ, ഒരു പക്ഷേ ഏറ്റവും പ്രബലമായ പാർട്ടിയാണ്. ആ പാർട്ടി ഇവിടെയുള്ള നിയമ നീതിന്യായ സംവിധാനത്തിന് പാരലായി ഒരു സമാന്തര നീതിന്യായ സംവിധാനം നടപ്പാക്കുന്നുണ്ടെങ്കിൽ അത് അങ്ങേയറ്റം ഗൗരവമായ വിഷയമാണ്. പഞ്ചായത്തിനെയൊക്കെ നിങ്ങൾ വിമർശിക്കാറുണ്ടല്ലോ പുറത്തെ. ഇവിടെ അതുമാതിരി ജാതി പഞ്ചായത്തുകൾ അല്ലെങ്കിൽ രാഷ്ട്രീയ പഞ്ചായത്തുകൾ കൂടി നിങ്ങൾ അവിടുത്തെ നീതിന്യായം നിർവഹിക്കുന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ വരുന്നുണ്ടെങ്കിൽ അത് കേരളത്തിന്റെ പൊതുസമൂഹം ചർച്ച ചെയ്യേണ്ട അങ്ങേയറ്റം ഗൗരവമുള്ള വിഷയമല്ലേ? താങ്കൾ എന്തുകൊണ്ടാണ് അത് നിരാകരിക്കുന്നത്? ഇത്തരത്തിൽ എത്ര പരാതികൾ നിങ്ങൾ ഇത്രയും കാലം മാധ്യമപ്രവർത്തനത്തിൽ ഇവിടെ ഇപ്പോൾ 2 പരാതി ഞാൻ സൂചിപ്പിച്ചല്ലോ. അങ്ങേയറ്റം പ്രധാനപ്പെട്ട ഒരു ഏരിയ കമ്മിറ്റി. തീർച്ചയായും ഞാൻ കളമശ്ശേരിയിലെന്നല്ല, കേരളത്തിലെ ഏത് പാർട്ടി ഓഫീസിൽ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെ നിങ്ങൾ ചൂണ്ടിക്കാണിച്ചോ, അത് വിമർശിച്ചോ, നഖശികാന്തം നിങ്ങളതിനെ എതിർത്തോ, ഞങ്ങളെ ശ്ലാഘിക്കേണ്ട. പക്ഷേ അതിൻ്റെ മറപിടിച്ച് നിങ്ങൾ ഈ ചർച്ചയിൽ ഇതുവരെ തുടർന്നൊരു രീതി, CPIM ആകെ ഇത്തരത്തിലുള്ള ഒരു അധോലോക കേന്ദ്രങ്ങളാണ് അതിൻ്റെ ഓഫീസ്, അതിൻ്റെ നേതാക്കളെല്ലാം അങ്ങനെയാണെന്ന് ജനറലൈസ് ചെയ്ത് അറ്റാക്ക് ചെയ്യുന്നത് തെറ്റാണ്. അത് മാധ്യമധർമ്മമാണെന്നോ അതൊരു പ്രൊഡക്റ്റ് ജനറലൈസ് ചെയ്യണം. നിങ്ങൾ ഞാൻ പറയട്ടെ ഞാൻ ടോണിയോട് അതല്ല, ഞാൻ ടോണിയോട് ചോദിച്ചോ, നിങ്ങൾ ടോണി മറുപടി പറഞ്ഞില്ല. ഞാൻ അഭിലാഷിനോട് പറയുന്നത് നിങ്ങൾ എടുക്കുന്ന രീതിയോടാണ്. ആ രീതി നീതിയല്ല.
നിങ്ങളതങ്ങ് എടുക്കരുത്. ഇപ്പോൾ നിങ്ങൾക്ക് എടുക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, എനിക്ക് അഭിപ്രായം പ്രകടിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യം, അത് ഞാൻ പ്രകടിപ്പിക്കുകയാണ്. ജനങ്ങൾ ഇത് കണ്ടിരിക്കുന്ന ലക്ഷക്കണക്കിന് ആൾക്കാർ കരുതിക്കോട്ടെ. ഇതിനെ സംബന്ധിച്ച് കേരള നിയമസഭയ്ക്കകത്ത് ഒരു അടിയന്തര പ്രമേയം വരുന്നു. അങ്ങനെ ശ്രദ്ധയിൽപ്പെട്ട സമയത്ത് എന്തായിരുന്നു കേരള മുഖ്യമന്ത്രി ഇതിനോട് സ്വീകരിച്ച സമീപനം? നിങ്ങൾ തുലനം ചെയ്യണ്ടേ? തൊട്ടു മുമ്പ് മല്ലേലി ശ്രീധരൻ നായർ കോൺഗ്രസ്സുകാരൻ ഇതേ കസേരയിലിരുന്ന മുഖ്യമന്ത്രിയുടെ മുമ്പിൽ പോയി ശ്രീധരൻ നായർക്ക് നിധി കിട്ടിയോ? ശ്രീധരൻ നായർ കോൺഗ്രസ്സാണ്, എന്നിട്ട് പോലും കിട്ടിയില്ല. പോട്ടെ, ഇതേ കളമശ്ശേരിയിൽ നിന്ന് വണ്ടി കയറി വേറൊരു പാവപ്പെട്ടവട്ട് പോയിട്ടുണ്ട്. ആ കൊടുത്ത ആളാണ് കളമശ്ശേരി ഭൂമി കുംഭകോണം. ഇതേ സ്റ്റുഡിയോയിലിരുന്ന് അദ്ദേഹം വന്ന് പേരിയാൻ മറന്നുപോയി, അദ്ദേഹം വന്ന് ചർച്ച ചെയ്ത് ഞാൻ ടി വി കണ്ടിട്ടുണ്ട്. അന്ന് ഇവിടെ കയറി വണ്ടി കയറി പോയില്ലേ, ചെന്ന് കൊടുത്തത് ആരുടെ കയ്യില? ആർക്കെതിരായാണോ പരാതിയുമായി പോയത്? മുഖ്യമന്ത്രിയുടെ നിഴൽ പോലെ പറയുന്നത് സലീം രാജ. പറയട്ടെ, പാർട്ടി ഓഫീസ് നിങ്ങൾ പറഞ്ഞല്ലോ, മുഖ്യമന്ത്രിയുടെ ഓഫീസും മുഖ്യമന്ത്രിയുടെ കൂടവും ആ വീടും തന്നെ ഗുണ്ടാസങ്കേതമാക്കി മാറ്റിയല്ലേ സലീം രാജ ഉൾപ്പെടെയുള്ള പോലീസുകാർ? എത്ര സംഭവങ്ങളാണ്! ആ സംഭവങ്ങളെല്ലാം നടക്കുമ്പോൾ എല്ലാറ്റിനും ന്യായീകരിച്ച് ഈ വിക്ടിമിനെ അന്ന് വേട്ടയാടാനാണ് ശ്രമിച്ചത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിക്കെതിരെ വിധി സമ്പാദിച്ച കുരുവിള, ആ കുരുവിള അന്ന് മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽ പരാതി കൊടുക്കുമ്പോൾ എന്താ സംഭവിച്ചത്? തുടർന്ന് മുഖ്യമന്ത്രിക്കെതിരെ പരാതി ഫയൽ ചെയ്ത കുരുവിളയ്ക്കെതിരെ കള്ളക്കേസെടുത്ത് കുരുവിള ജയിലിലടച്ചു. ഇവിടെ വേറൊരു ഗവൺമെൻറ്റാണ്. ആ മുഖ്യമന്ത്രിയുടെ മുമ്പിൽ അദ്ദേഹത്തിൻ്റെ പാർട്ടിയിൽപ്പെട്ട ഏരിയ സെക്രട്ടറി, താങ്കൾ തന്നെ പറഞ്ഞു പ്രധാനപ്പെട്ട ആൾ, അങ്ങനെ പ്രധാനപ്പെട്ട പദവി വഹിക്കുന്ന ഒരാൾക്കെതിരെ ഒരു പരാതി വന്നപ്പോൾ ആ പരാതിയുടെ ശരിയും തെറ്റും പോസ്റ്റ്മോർട്ടവും ചികഞ്ഞ് പഴയതിലേക്ക് പോയി ന്യായീകരിക്കാനൊന്നും ശ്രമിച്ചില്ല. ഞങ്ങളുടെ നാവിന് നല്ല കരുത്തുണ്ട്, വന്നിരുന്ന് ഇതുപോലെ ന്യായീകരിക്കാനൊക്കെ പറ്റും, അങ്ങനെ ന്യായീകരിക്കാനൊന്നും പോയില്ലോ. പറയട്ടെ, അതിനെ നടപടിയിലേക്ക് കടന്നു. ആ നടപടിയിലേക്ക് കടന്ന ആർജവമുള്ള തീരുമാനം ഒരു ശക്തമായ ഭരണത്തിന്റെ സൂചനയാണ്. എന്തുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ കാണാനാകുന്നില്ല? ശരി, അവിടെ ശ്രീ ടോണി ചമ്മണി, ശരിയാണ്, ഇവിടെ CPIMന്റെ ഏരിയ സെക്രട്ടറി, DYFIയുടെ യൂണിറ്റ് സെക്രട്ടറി ഒക്കെ പ്രതിയായ സംഭവത്തിൽ ഒരലംഭാവവും കാണിച്ചില്ല. ഞാൻ തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു ടാസ്ക് ഫോഴ്സ് രൂപീകരിച്ച് രജിസ്റ്റർ ചെയ്ത ആദ്യത്തെ കേസ് CPIMന്റെ ഏരിയ സെക്രട്ടറിക്കെതിരെയാണ് എങ്കിൽ വളരെ ശക്തമായി നീതി നടപ്പാകുന്നു എന്നുള്ളതിൻ്റെ സൂചനയല്ലേ ഇത്? മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞു, എൻ്റെ ഒപ്പം കൂടെ നിൽക്കുന്നവർ ആണെങ്കിലും ഇക്കാര്യത്തിൽ നീതി നടപ്പാക്കുമെന്ന്. പൂർണ്ണമായും അക്കാര്യത്തിൽ മുഖ്യമന്ത്രി കേരളത്തോട് നീതി പുലർത്തുന്നില്ലേ? ഈ ചർച്ചയിൽ ഒരിടത്തും കേരളത്തിലെ ആഭ്യന്തര വകുപ്പിനെ പറ്റി ചർച്ച ചെയ്യുന്നൊരു ചർച്ചയല്ല ഇത്. വാസ്തവത്തിൽ മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ അലംഭാവം കാണിച്ചു എന്നുള്ള ചർച്ചയല്ല. ഇതിൽ ചർച്ച CPIMന്റെ ഏരിയ സെക്രട്ടറി തൻ്റെ രാഷ്ട്രീയ പ്രവർത്തനം ഗുണ്ടാ പ്രവർത്തനത്തിന് വേണ്ടി വിനിയോഗിക്കുന്നതിനുള്ള ചർച്ചയാണ്. അവിടെ പൊതുവായി ഈ കാര്യത്തിലുള്ള മുഖ്യമന്ത്രിയുടെ അലംഭാവം ഉണ്ടോ ഇല്ല എന്നുള്ളതല്ല. അലംഭാവം കാണിച്ചെന്ന് ഞങ്ങളും ആരോപിക്കുന്നില്ല. പക്ഷെ ഇവിടെ വിഷയം അതല്ല. CPIMന്റെ ഉത്തരവാദിത്തപ്പെട്ടൊരു ഭാരവാഹി, ഒരു ഏരിയ സെക്രട്ടറി വളരെ പ്രധാനപ്പെട്ട ഒരു പദവിയാണ്. ആ ഏരിയ സെക്രട്ടറിയുടെ ഗുണ്ടാ മാഫിയ പ്രവർത്തനങ്ങൾ ഒന്നൊന്നായി വെളിവാകുന്നു, പുറത്തു വരുന്നു. അതാരും ഞങ്ങൾ കോൺഗ്രസ്സുകാർ, BJPക്കാർ ആരും വിളിച്ചു പറയുന്നതല്ല. വിക്ടിംസ് അവർ പരാതിയുമായി വരുന്നു. ഇവിടെ ശ്രീ റഹീം ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങൾക്ക് ശ്രീ ജൂബി പൗലോസൻ ഇവിടെ പറഞ്ഞു എന്തുകൊണ്ടാണ് വൈകിയത്. അദ്ദേഹം പറഞ്ഞു, ഞാൻ കോടതിയിൽ പോയതുകൊണ്ട് കോടതിയിൽ നിന്ന് നീതി കിട്ടുമെന്ന് പ്രതീക്ഷിച്ചു. പിന്നീട് ഞാനറിയാതെ എൻ്റെ വാർത്തകൾ വേറെ തലത്തിൽ മാധ്യമങ്ങളിൽ വരുമ്പോൾ ഞാൻ റിയാക്ട് ചെയ്യാൻ, ഞാൻ പരാതി കൊടുക്കാൻ മുന്നോട്ട് വന്നു. അപ്പോൾ ജൂബി തന്നെ അത് ക്ലിയർ ചെയ്തു എന്തുകൊണ്ടാണ് വൈകിയത് എന്നത്. അതിന് കഴിഞ്ഞ 5 വർഷം ഇവിടെ ഗവൺമെൻറ് ഉണ്ടായില്ല, മുഖ്യമന്ത്രി ഓഫീസിൽ കയറി ചെല്ലാൻ പറ്റാത്ത, അതൊക്കെ രാഷ്ട്രീയമായ വെർഷൻസ്. ഞാൻ അതിലോട്ട് കിടക്കുന്നില്ല. ഇവിടെ വളരെ ഗുരുതരമായ ഒന്ന്, കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഞാൻ CPIM പാർട്ടി അതേപടി പറയുന്നില്ല, DYFന്റെ പ്രസ്ഥാനത്തെ അതേപടി പറയുന്നു. പക്ഷേ ഏതാനും വ്യക്തികൾ ഈ പട്ടണത്തിൽ രാഷ്ട്രീയ പ്രവർത്തനത്തിന് ഗുണ്ടാ മാഫിയ പ്രവർത്തനങ്ങൾക്കുള്ള മറയായി വ്യാപകമായി ഉപയോഗിക്കുന്ന തലത്തിലേക്ക് വളർന്നു. അത്തരം ആളുകളെ തെരഞ്ഞുപിടിച്ച് ശ്രീ റഹീം ഉൾപ്പെടെയുള്ള ആളുകൾ ന്യായീകരിക്കരുത്. അവർക്കെതിരെ ശക്തമായ നടപടിയെടുക്കാൻ ഉള്ള ഒരു സമീപനമാണ് വേണ്ടതായിട്ടുള്ളത്. ശരി, എന്താണ് ശ്രീ റഹീം? CPIMനും DYFIയെ സംബന്ധിച്ചും ഇത്തരത്തിലുള്ള ഏതെങ്കിലും ആക്ടിവിറ്റി നടത്തി ഇവർ ഒരുപക്ഷെ എവിടെയെങ്കിലും നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെങ്കിൽ, മാധ്യമങ്ങൾ ശ്രദ്ധയിൽ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ, എവിടെയെങ്കിലും ഒരിടത്ത് നടപടിയെടുക്കാത്തൊരു ചരിത്രം കാണിച്ചു തരാൻ പറ്റുമോ? ഞാൻ പറയാം. ഈ വിഷയം വന്നതിന് ശേഷം CPIMന് ജില്ലാ സെക്രട്ടേറിയറ്റ് കൂടി. നിങ്ങൾ ആലോചിക്കണം, ജാമ്യമില്ലാ വകുപ്പിന് ഒരു CPIM ഏരിയ സെക്രട്ടറിക്കെതിരെ ടാസ്ക് ഫോഴ്സ് കേസെടുത്തതിന് ശേഷം കൂടി സെക്രട്ടേറിയറ്റിൽ നവംബർ 4 CPIM സംസ്ഥാന സെക്രട്ടറി വരുന്നതിൽ ചർച്ച ചെയ്യാം. എത്ര ലാഘവത്തോടെയാണ് CPIM പാർട്ടി അപ്പോൾ എടുത്തിട്ടുള്ളത്? എന്തുകൊണ്ടാണത്? അതിനിടയിൽ കോടതിയിൽ നിന്ന് ജാമ്യം ലഭിച്ചാൽ നടപടിയിൽ നിന്ന് ഒഴിവാക്കണം. അതുകൊണ്ട് ശ്രീ റഹീം താങ്കൾ പറഞ്ഞതിനോട് എനിക്ക് യോജിപ്പില്ല. കഴിഞ്ഞോ? കോടതി ശിക്ഷിച്ച് പ്രതിയാണെന്ന് ശിക്ഷിച്ചേ എല്ലാം കഴിഞ്ഞ് വിധി വന്ന ഒരാളെ ഇപ്പോഴും നേതാവായി കൊണ്ടുനടക്കുന്ന ടോണി ചമ്മണിയാണ് പറയുന്നത് ഏത് കേസെടുത്ത് തന്നെ. ഞങ്ങൾക്കൊരു രീതിയുണ്ട്, ഞങ്ങളങ്ങനെ പോകുന്ന ആൾക്കാരൊന്നുമല്ല. ഉമ്മൻചാണ്ടിക്കെതിരെ എന്താ നിങ്ങൾ ലാഘവത്തില്ല? വളരെ ഗൗരവത്തിൽ പോയിട്ടാണ് ഉമ്മൻചാണ്ടിക്കെതിരെ ഒരു സ്റ്റേറ്റ്മെന്റ് കണ്ടോ? KPCC പ്രസിഡന്റ് നിങ്ങളുടെ ഹൈക്കമാൻഡ് ഒരു പറയട്ടെ, അതല്ല നിങ്ങളുടെ ഹൈക്കമാൻഡ് ടോണി ചമ്മണി, നിങ്ങളുടെ ഹൈക്കമാൻഡ് ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ടോ? ഈ ഉമ്മൻചാണ്ടിയെ പോലെ ഒരു മുൻ മുഖ്യമന്ത്രിക്കെതിരെ, ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഒരു നേതാവിനെതിരെ ഒരു അലിഗേഷൻ വന്നിട്ട് അത് ശരിയോ തെറ്റോ കൊള്ളാമോ എന്താണെന്ന് പറയണ്ടേ? പറയാൻ നാക്കെടുക്കാത്തവരാണ് ഞങ്ങൾ. നിങ്ങളിത് പഠിപ്പിക്കേണ്ട, ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. ഞങ്ങൾ കൃത്യമായ റെക്ടിഫിക്കേഷൻ പ്രോസസ്സിന് വിധേയമാകുന്നവരാണ്. ഞങ്ങളാരും മനുഷ്യ യന്ത്രങ്ങളൊന്നുമല്ല. ഏതെങ്കിലും ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കേഡർ ഏത് ഘടകത്തിലും പ്രവർത്തിക്കുന്ന ആളാവട്ടെ,
ചെറുതോ വലുതോ ആയ ഏത് തെറ്റ് ചെയ്താലും അതിനെ റെക്ടിഫൈ ചെയ്യാൻ കഴിയുന്ന ഒരു ശക്തമായ മൂവ്മെൻറ്റും പാർട്ടിയും ഞങ്ങൾക്കുണ്ട്. ഞങ്ങളത് ചെയ്യും. പിന്നെ സക്കീർ ഹുസൈനെതിരായ നടപടിയെ സംബന്ധിച്ച് പറഞ്ഞു, അത് സംബന്ധിച്ച് പാർട്ടിക്ക് പാർട്ടിയുടേതായ രീതിയും പാർട്ടിയുടേതായ രീതിയും അത് ഞങ്ങൾക്ക് വിട്ടേക്ക്, ഞങ്ങളത് ചെയ്യും എന്ന് പറഞ്ഞ് അത് പാർട്ടി പ്രമേയം കൂടി ഇയാൾക്കെതിരെ കേസെടുക്കരുതെന്ന് പറഞ്ഞില്ലല്ലോ. പാർട്ടി അധികാര ദുർവിനിയോഗം നടത്തി എവിടെയെങ്കിലും ഇടപെട്ടോ? ഒന്നും ചെയ്തിട്ടില്ലല്ലോ. അയാൾക്കെതിരെ കേസെടുത്തു, മുമ്പോട്ട് പോകുന്നു. പാർട്ടിയുടെ നിലപാട് പാർട്ടി വിശദീകരിക്കും. അത് പാർട്ടി സംസ്ഥാന സെക്രട്ടറി പങ്കെടുത്ത് കൂടുമെന്നാണല്ലോ വാർത്ത. കൂടിയിട്ട് പാർട്ടി വിശദീകരിക്കും. അതല്ലല്ലോ ഇവിടുത്തെ പ്രശ്നം. നിങ്ങൾ ഇതിനകത്ത് ഉയർത്തുന്നത് CPM ഒപ്പാടെ കുഴപ്പം. ഇവിടെ നിങ്ങൾ ഇത് ഉയർത്തുമ്പോൾ ടോണിക്ക് പറയേണ്ടിയിരുന്നത് നിങ്ങളുടെ കാലത്ത് നീതിയുക്തമായി ഇതുപോലെ നടന്ന ഏതെങ്കിലും ആക്ഷനെ കുറിച്ചാണ്. നിങ്ങൾക്കങ്ങനെ ഒന്നും അവകാശപ്പെടാനില്ല. കളമശ്ശേരിയിലെ ഭൂമി കുംഭകോണത്തിന് ഇരയായവർക്ക് നിങ്ങളുടെ മുഖ്യമന്ത്രികളുടെ പോലും നീതി ലഭിച്ചില്ല. അവർക്ക് ഹൈക്കോടതി സമീപിക്കേണ്ടി വന്നു. ഇവിടെ അങ്ങനെ ഒരു സംവിധാനമില്ല. ഇവിടെ നിയമവാഴ്ചയുണ്ട്. പിന്നെ വേറൊരു കാര്യം, മഴ പെയ്ത് തീർത്തിട്ട് കുറച്ചു കാലം മരം പെയ്യും. ശ്രീ അഭിലാഷേ, ഇവിടെ ഗുണ്ടാ പ്രവർത്തനത്തെ നേരിടുന്നതിന് വേണ്ടി കാപ്പ കൊണ്ടുവന്നു ഞങ്ങളുടെ കാലത്ത്. നിങ്ങളുടെ 5 വർഷം ചെയ്തതെന്താ? ആ കാപ്പയെ ഉപയോഗിച്ചത് ഞങ്ങളെ വേട്ടയാടാനായിരുന്നു. SFI പ്രവർത്തകർ എത്ര വിദ്യാർത്ഥികളെ വേട്ടയാടി നാട് കടത്തി. ആ സമയത്താണ് ബായിനാസർ എന്ന് പറയുന്ന ഈ കൊച്ചിയിലെ അറിയപ്പെടുന്ന ക്രിമിനലിനെതിരെ അതേ കാപ്പ ചുമത്തണമെന്ന് പറഞ്ഞ് കൊടുത്തപ്പോൾ 3 തവണ റിജക്റ്റ് ചെയ്തത്. 4ാം തവണയാണ് എടുക്കാൻ നിർബന്ധമായത്. അതോടൊപ്പം കൊടുത്ത, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, 9 പേർക്ക് കൊടുത്തിട്ട് ബായിനാസർ കഴിഞ്ഞാൽ 8 പേരുടെ പേരിൽ എടുത്തിട്ടില്ല. ശരി. അതിനുശേഷം 12/4/2016 വരെയുള്ള കണക്ക് പ്രകാരം 6 പേരുടെ പേരാണ് കൊടുത്തത്. ഒരാൾക്കെതിരെ എടുത്തു, ഒരന്ന് റിജക്ട് ചെയ്തു. 4 പേരുടെ കാര്യത്തിൽ നോയില്ല. അതെ, അതാണ് കേസിൽ എന്തായാലും പാർട്ടി സംരക്ഷണ വലയമായി നിൽക്കില്ല മുഖ്യമന്ത്രി പറയുന്നത് പോലെ എന്നാണ് പറയുന്നത്. ശ്രീമതി ഫാത്തിമ, പാർട്ടിക്ക് അങ്ങനെ ഒരു സംരക്ഷണം ഒരുക്കാൻ കഴിയില്ല എന്ന് കരുതുന്നുണ്ടോ? 2-3 കാര്യങ്ങൾ ഞാൻ ശ്രദ്ധയിൽപ്പെടുത്താം. താങ്കൾ CPIMന്റെ നവമാധ്യമ കൂട്ടായ്മയുടെ പ്രവർത്തകയും ഭാരവാഹിയുമാണല്ലോ. ആ നിലയ്ക്ക് പാർട്ടിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആൾ കൂടിയാണ്. ഇന്ന് ഞാനൊരു ഓൺലൈൻ മാധ്യമത്തിൽ കണ്ടത്, ഇന്നലെയോ, CPIMന്റെ നേതാക്കൾ പലരും ഉപയോഗിക്കുന്നത് നിങ്ങളുടെ വാഹനങ്ങളാണ്. നിങ്ങൾക്ക് ധാരാളം വാഹനങ്ങൾ ഉള്ളതുകൊണ്ട് ഇവിടെ എറണാകുളത്ത് എത്തിയാൽ സ്വകാര്യ വാഹനം എന്നുള്ള നിലയിൽ. അപ്പോൾ ആ നിലയ്ക്കൊക്കെ പാർട്ടി നേതാക്കളുമായി അടുത്ത് ബന്ധമുണ്ട് എങ്കിൽ പാർട്ടിക്ക് സംരക്ഷിക്കാതിരിക്കാൻ കഴിയുമോ? അഭിലാഷ്, ആദ്യം അതിൽ പറഞ്ഞതിൽ ഒരു വലിയ അബദ്ധമുണ്ട്. ഞങ്ങൾക്ക് കുറേ വാഹനങ്ങളില്ല. ആകെ ഞങ്ങൾക്കുള്ളത് ഒരു ഇന്നോവ കാറാണ്. അത് എൻ്റെ മകൾ ജനിച്ച അന്ന് നവംബർ 5, 2008 ഞങ്ങൾ ലോൺ വെച്ച് എടുത്ത വാഹനമാണ്. കഴിഞ്ഞ 6 വർഷമായിട്ട് അതിന് ലോൺ അടച്ച് ഞങ്ങൾ ആ വാഹനം സ്വന്തമാക്കുക ചെയ്തിട്ടുള്ളത്. പിന്നെ നേതാക്കൾ വരുമ്പോൾ വാഹനങ്ങൾ ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞത്, അതൊക്കെ നമ്മൾ നേതാക്കളോടുള്ള ഒരു ആരാധനയുടെ ഭാഗമായിട്ട്. കൂടാതെ ഈ നേതാക്കളുടെ കൂടെ വെക്കുന്ന ഫോട്ടോകൾ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുക നിരവധിയായിട്ട് വന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും. നമ്മൾ DYFIയുടെ അല്ലെങ്കിൽ CPIMന്റെ സാധാരണ പ്രവർത്തകരാണ്. നമ്മൾ എല്ലാ സമ്മേളനങ്ങൾക്കും മറ്റ് പ്രതിനിധികളായി പങ്കെടുക്കുന്നതും കൂടാതെ അതിൻ്റെ പ്രചാരകരായിട്ടും ഒക്കെ നമ്മൾ പോകുന്നതാണ്. അപ്പോൾ നേതാക്കളെ കാണുമ്പോൾ തീർച്ചയായിട്ടും അവരോട് നമ്മൾ ഫോട്ടോകൾ എടുക്കും. അതെല്ലാം ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്യുന്നതെല്ലാം ഇപ്പോൾ സാധാരണമാണ്, വളരെ സാധാരണമാണ്, എല്ലാവരും ചെയ്യുന്നതാണ്. പ്രത്യേകിച്ച് CPIMന് നേതാക്കൾ എല്ലാവരും ആരാധിക്കുന്നവരാണ്, ഒട്ടുമിക്ക പേരെയും. അപ്പോൾ എല്ലാവരും അത്തരത്തിൽ ഫോട്ടോകൾ എടുക്കുമ്പോൾ ആ ഫോട്ടോകൾ കൂടി മാധ്യമങ്ങളിലൂടെ ചർച്ച ചെയ്യുകയാണ് ഇവരായിട്ട് ഭയങ്കര ബന്ധമാണെന്ന്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. സംഘടന വളരെ കൃത്യമായിട്ട് വ്യക്തമാക്കിയിട്ടുണ്ട്, ഇത്തരത്തിൽ ആൻറ്റി സോഷ്യൽ ആക്ടിവിറ്റീസ് നടത്തുന്ന ആരെയും സംരക്ഷിക്കുന്നില്ല. വളരെ കൃത്യമാണ് അതിൻ്റെ അജണ്ട. അതിൽ ഒരു തരത്തിലുള്ള വെള്ളവും ചേർത്തിട്ടില്ല, ഒരു തരത്തിലുള്ള മായവും ചേർത്തിട്ടില്ല. പക്ഷേ ഞങ്ങൾ പറയുന്നത് ഇത്തരം ഈ ഒരു കൃത്യമായ അജണ്ടയെ മുൻനിർത്തിക്കൊണ്ട് പോലീസും മറ്റധികാരികളും സാധാരണക്കാരുടെ മേൽ അല്ലെങ്കിൽ ഒരു പ്രദേശത്ത് സാധാരണയായി ജീവിച്ചു പോകുന്നവരുടെ മേൽ മുൻവൈരാഗ്യം തീർക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ശരിയല്ല എന്നുള്ളത് മാത്രമാണ്. കൂടാതെ ഒരു കേസിൽ പ്രതിചേർക്കപ്പെട്ടിട്ടുള്ള 4-5 പേര് പ്രതിചേർക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൽ ഒരാൾക്ക് മാത്രം CPIM ബന്ധം അല്ലെങ്കിൽ DYFI ബന്ധം ആരോപിച്ച് അതുമാത്രം മാധ്യമങ്ങളിലും മറ്റു വാർത്തകളിലും ചർച്ച ചെയ്യുന്നത് കൃത്യമായിട്ട് ആ സംഘടനയെ തന്നെ കോർണർ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു പ്രവർത്തനമായിട്ടല്ലേ നമുക്ക് തോന്നുന്നത്. വളരെ കൃത്യമായിട്ടാണ്. അതുകൂടാതെ പോലീസ് അനീതി കാണിക്കാനുള്ള പോലീസ് അനീതി കാണിക്കുന്നതിന് ഞാൻ പോലീസ് അനീതി കാണിക്കുന്നു ഞാൻ പറയുന്നതിന് കാര്യം, പോലീസ് ഇപ്പൊ സംഘടന അയക്കുന്ന പോലീസല്ലോ, പാർട്ടി ലേബൽ ഉപയോഗിച്ചു എന്നുള്ളതാണ് ആരോപണം. അതുകൊണ്ടാണ് പാർട്ടി ലേബൽ ഉപയോഗിച്ചു എന്നുള്ളത് ആരോപണമല്ലേ? അത് ഇതുവരെ തെളിയിക്കപ്പെട്ടിട്ടില്ലല്ലോ പാർട്ടി ലേബൽ ഉപയോഗിച്ചു എന്നുള്ളത്. ഇതെല്ലാം ആരോപണമാണ്. ഇപ്പൊ അഭിലാഷിനെതിരെ ഞാൻ നാളെ ഒരു പരാതി കൊടുക്കുകയാണ്. ആ പരാതിയുടെ ബേസിക് കാര്യങ്ങൾ അന്വേഷിച്ച് അതിൽ സത്യമുണ്ടെന്ന് കരുതിയാണ് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ FIR രജിസ്റ്റർ ചെയ്യേണ്ടതും കേസെടുക്കേണ്ടതും. എൻ്റെ ഭർത്താവിനെ സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി അദ്ദേഹത്തിന് മുന്നിൽ കാണിക്കുന്ന രജിസ്റ്റർ ചെയ്ത FIR ആണ്. ഇപ്പൊ സാക്കിർ ഹുസൈൻ സഖാവിന്റെ കാര്യത്തിൽ
പത്രത്തിലും മാധ്യമങ്ങളിലൂടെ വന്ന വാർത്ത അതാണ്. തലേ ദിവസം രാത്രി FIR രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു. സാധാരണ ഞാനൊരു നിയമ വിദ്യാർത്ഥിയാണ്. ശ്രീ ടോണി ചമ്മണി ആദ്യം പറഞ്ഞത് ഞാൻ സിദ്ദീഖിന്റെ ഭാര്യ ആയതുകൊണ്ട് സിദ്ദീഖിനെ ന്യായീകരിക്കുന്നു. സിദ്ദീഖിന്റെ ഭാര്യ ആകുന്നതിന് മുമ്പേ തന്നെ ഒരു പൊതുപ്രവർത്തകയാണ്. സമൂഹത്തിലെ എല്ലാ പ്രശ്നങ്ങളും ഇടപെടുന്നത്. നിരവധിയായിട്ടുള്ള പോലീസുകാരുമായിട്ട് സമരങ്ങളിലൊക്കെ നേർക്കുനേർ യുദ്ധം ചെയ്തിട്ടുള്ളതാണ്. അത് ഞങ്ങളുടെ സമരപാഠവത്തിന്റെ ഭാഗമാണ്. അത്തരത്തിൽ നമ്മളോട് വൈരാഗ്യമുള്ള നിരവധി പേർ പോലീസ് ഡിപ്പാർട്ട്മെന്റിലും എല്ലാ തരത്തിലുമുണ്ട്. ഇപ്പോൾ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ എനിക്കിപ്പോൾ ഒരു പൊതു ചാനലായതുകൊണ്ട് ഞാൻ ഒരാളുടെ പേരെടുത്ത് പറയുന്നില്ല. കാരണം കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന കേസായതുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ കോടതിയുടെ മുന്നിൽ മാത്രമേ വെളിപ്പെടുത്താൻ കഴിയുള്ളൂ. ഈ കേസിൽ സഖാവ് സിദ്ദീഖിന് യാതൊരു ഇൻവോൾവ്മെന്റും ഇല്ലെന്ന് എനിക്ക് കൃത്യമായി തെളിയിക്കാം. അത് ഒരു കാര്യം കൂടെ പറയാൻ സമ്മതിക്കൂ അഭിലാഷ്. കഴിഞ്ഞ കുറെ ദിവസമായി മാധ്യമങ്ങൾ നിങ്ങൾ തന്നെ കാണിക്കുന്നുണ്ട്. ഈ സാന്ദ്ര തോമസ് എന്നുള്ള വ്യക്തി, സാന്ദ്ര തോമസ് ആണല്ലോ ആദ്യത്തെ പരാതിയുമായി മുന്നോട്ട് വന്നത്. ഈ സാന്ദ്ര തോമസിനെ നിങ്ങൾക്ക് ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? ഈ സാന്ദ്ര തോമസ് എന്ന സ്ത്രീയുടെ സാമ്പത്തിക സ്രോതസ് എന്താണ്? 22 വയസ്സ് പ്രായമുള്ള സ്ത്രീക്ക് പോർഷെ കാറടക്കം എക്കോസ്പോർട്ട്, അവർക്കുള്ള കാറുകളിൽ നിന്ന് ഇപ്പം ഞാൻ അറിഞ്ഞിട്ടുള്ളത് പോർഷെ 911, ഒരു എക്കോസ്പോർട്ട്, ഒരു കാവസാക്കിയുടെ സൂപ്പർ ബൈക്ക്, ഇപ്പോൾ മാധ്യമങ്ങളിൽ നിന്ന് തന്നെ നിങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ജാഗ്വാർ, ഓഡി, ഇത്തരത്തിൽ നിരവധിയായ വാഹനങ്ങൾ ഇവരുടെ സാമ്പത്തിക സ്രോതസ്സായി എല്ലാവർക്കും അറിയാൻ കഴിയുന്നത്. ഇത് ഓൺലൈൻ മാധ്യമങ്ങളിലൊക്കെ ഒരുപാട് വന്നിട്ടുള്ളതാണ്. ഓൺലൈൻ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്ന കാര്യം തന്നെയാണ്. പോലീസ് കൂടി അന്വേഷിക്കേണ്ട ഒരു വിഷയമാണ്. ഒരു കാര്യം കൂടെ, കാരണം ഇത്തരത്തിലെ ഒരു ബിസിനസ്, ഒരു വ്യവസായി മാർക്കറ്റിൽ ഒരു ആർട്ടിഫിഷ്യൽ ഫ്ലവറിന്റെ കച്ചവടമാണ് അവർക്കെന്നാ പറയുന്നത്. അത്തരത്തിൽ ഞങ്ങളുടെ കുടുംബ സുഹൃത്ത് 2.5 മാസമായി ഞങ്ങളോടൊപ്പം പഴകി ഞങ്ങളുടെ വീട്ടിൽ വന്ന് ഭക്ഷണം കഴിച്ച് ഒരു കുടുംബത്തിനൊപ്പം ഒന്നായി കഴിഞ്ഞവരാണ്. ഞാൻ നിങ്ങൾക്ക്, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ മാധ്യമങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന CCTV ദൃശ്യം പരിശോധിച്ചറിയാം. സെപ്റ്റംബർ 20-ാം തീയതിയിലെ ദൃശ്യമാണ്. ഒരു മാസം മുന്നേ മുഖ്യമന്ത്രിക്ക് ഇവർ പരാതി പ്രിപ്പയർ ചെയ്തിരുന്നു എന്നാണ് പറയുന്നത്. അത്തരത്തിൽ പരാതിയെല്ലാം നൽകി കഴിഞ്ഞ് സിദ്ദീഖിനെ ഇതിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് പരാതിയെല്ലാം നൽകി കഴിഞ്ഞ ശേഷം എങ്ങനെയാണ് അവർ ഞങ്ങളുടെ കൂടെ ഈ ഒരു പരാതിക്കാരനെ അറിയേണ്ടതല്ലേ? അല്ല, അതാ ഞങ്ങൾക്ക് എങ്ങനെ അറിയാം? അതാ ഞാൻ പറയുന്നത്. അത്തരത്തിലും കെട്ടിച്ചമച്ച ഒരു പരാതിയായിട്ട് മാത്രമേ ഞങ്ങൾക്ക് ഇതിനെ കാണാൻ കഴിയൂ. അത് കോടതിയിൽ വളരെ കൃത്യമായി തെളിയിക്കാൻ എന്റെ അടുത്ത് വിവരാവകാശ രേഖകളും മറ്റുമുണ്ട്. അല്ല, ഞാൻ പറയുന്നതിൽ കൃത്യമായിട്ട് ഇപ്പോൾ ടോണി ചമ്മണി ഉദ്ദേശിച്ച് ഞാൻ പോലീസിനെ പറഞ്ഞു എന്നുള്ളതാണ്. പക്ഷെ പോലീസിൽ തന്നെ എല്ലാവരും CPM നിയമിച്ച പോലീസല്ല. പോലീസ് എന്നുള്ളത് അവർ സ്വന്തമായി വരുന്ന പോലീസ്. ഒരു കാര്യം കൂടെ പറയാനുള്ളത് എന്താ വെച്ചെങ്കിൽ, ഈ അടുത്ത ദിവസങ്ങളിലായിട്ട്, ഈ 2-3 ദിവസങ്ങളായി നിരവധിയായിട്ടുള്ള ഭീഷണികളാണ് ഞങ്ങളുടെ കുടുംബത്തിന് വരുന്നത്. ചാനലുകൾ നിരന്തരമായിട്ട് സിദ്ദീഖിന്റെ ഫോട്ടോ മാത്രം കാണിച്ചുകൊണ്ട് മുഖ്യപ്രതി എന്ന പേരിൽ നിങ്ങൾ അവതരിപ്പിക്കുന്നു. ഈ ഞാൻ റിപ്പോർട്ടറിൽ അത്ര വലുതായിട്ട് വാർത്ത കണ്ടില്ല. പ്രത്യേകിച്ച് മനോരമ, മാതൃഭൂമി പോലുള്ള ഇടതുപക്ഷ വിരുദ്ധ ചാനൽ, അങ്ങനെ തന്നെ ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു. ഇല്ല, ഉണ്ട്. കാരണം ഗുണ്ടാ വിഷയമായാൽ നിങ്ങൾ അങ്ങനെ ചെയ്യും. ഇപ്പൊ സഖാവ് റഹീം പറഞ്ഞ പോലെ നിങ്ങളിപ്പോ നസീർ ഭായി എന്ന് പറഞ്ഞാൽ, എത്രയോ നസീർ ഭായിയോ അങ്ങനെ ഒരാളെയാണ് നിങ്ങൾ അറസ്റ്റ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ കാണിച്ചോളൂ, കുഴപ്പമില്ല. പക്ഷെ ഇത്തരത്തിൽ ഒരു ഇടതുപക്ഷ അനുഭാവി അല്ലെങ്കിൽ പ്രദേശത്ത് പ്രവർത്തിച്ചു എന്നുള്ളതിന്റെ പേരിൽ മാത്രം ഒരു വലിയ ക്രിമിനൽ ആണെന്ന രീതിയിൽ ആക്ടിവിറ്റിയുടെ പേരിൽ അറസ്റ്റിലായവരെ ഇടതുപക്ഷമെന്നോ വലതുപക്ഷമെന്നോ BJP എന്നോ ഒന്നും വേർതിരിവില്ല. അതൊക്കെ കേസിന്റെ വഴിക്ക് പോട്ടെ. ശ്രീ ടോണി ചമ്മണി, ഇദ്ദേഹം സൂചിപ്പിക്കപ്പെടുന്നത് മാതിരി ഇങ്ങനെ CPIM നേതാക്കളുടെ പേര് പറഞ്ഞോ അല്ലാതെയോ കൊട്ടേഷൻ പ്രവർത്തനങ്ങൾ, അതുപോലെ ഈ മധ്യസ്ഥ പ്രവർത്തനങ്ങൾ, അതിൻ്റെ പേരിലുള്ള പണം പിടുങ്ങൽ ഇങ്ങനെ നിരന്തരം നടത്തിയിരുന്ന ഒരാളാണെങ്കിൽ സ്വാഭാവികമായും ഇയാൾക്കെതിരെ നേരത്തെ FIR-ഓ കേസുകളോ ഒക്കെ ഉണ്ടാകേണ്ടതല്ലേ? കുറ്റപത്രത്തിൽ ഇയാളുടെ പേരുകൾ ഉണ്ടാവേണ്ടതല്ലേ? എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു FIR ഈ കൊച്ചിയിലെ ഒരു പോലീസ് സ്റ്റേഷനിലും രജിസ്റ്റർ ചെയ്യപ്പെടാത്തത് എന്ന കാര്യത്തിൽ എനിക്ക് അത്ഭുതമുണ്ട്. താങ്കൾക്ക് ഒരു പക്ഷേ ആ സംശയം പരിഹരിക്കാൻ കഴിഞ്ഞേക്കും. അഭിലാഷ്, എങ്ങനെയാണ് ഒരു പരാതി, എങ്ങനെയാണ് ഒരാൾക്കെതിരെ കേസ് വരുന്നത്? ഒരു പരാതി വരുമ്പോഴാണ്. അല്ലാണ്ട് പോലീസ് ഒരിക്കലും സ്വമേധയല്ലല്ലോ കേസെടുക്കുന്നത്. സ്വമേധയ കേസെടുക്കുന്ന ഏതെങ്കിലും കാര്യങ്ങൾ അവർ ശ്രദ്ധയിൽ വരുമ്പോഴാണ്. അപ്പോൾ ഇവിടെ കേസ് മുൻകാലങ്ങളിൽ ഉണ്ടായില്ല എന്നുള്ളതുകൊണ്ട് ഒരാൾ ഗുണ്ടാപ്രവർത്തനം നടത്തിയില്ല എന്നുള്ളത് സാധൂകരിക്കുകയാണോ? അപ്പോൾ ഇത്രയും നാളും പലപ്പോഴും ആളുകൾ ഭയപ്പെട്ട്, ഇത്തരം അധോലോകങ്ങൾക്ക് ഭയപ്പെട്ട് പരാതിയുമായി മുന്നോട്ട് പോയില്ല എന്നുള്ളൊരു സൗകര്യമെടുത്തായിരിക്കാം. അപ്പോൾ വലിയ തുകയിലേക്ക് കാര്യങ്ങൾ കടന്നപ്പോൾ സഹിയിട്ട് ജീവനിൽ കൊതിയുള്ളവരെല്ലാം ഒരുപക്ഷെ ഇപ്പോൾ പരാതിയായിട്ട് വന്നു. അതുകൊണ്ട് അതൊരിക്കലും ഒരു സാധൂകരണമല്ല. മാത്രമല്ല ഇവിടെ ഫാത്തിമ ഇപ്പോൾ പറഞ്ഞപ്പോൾ സ്വന്തം പാർട്ടിയുടെ ഗവൺമെൻറ് അവരെ വേട്ടയാടുന്നതെന്നുള്ള ഒരു സൂചനയാണ് കേട്ടപ്പോൾ മനസ്സിലായത്. അങ്ങനെ അതൊരു ഗുരുതരമായ സംഭവം. സ്വന്തം പാർട്ടി പ്രവർത്തനം പോലും നീതി ലഭിക്കാത്ത നിലയിലാണ് കേരളത്തിലെ ആഭ്യന്തര വകുപ്പിൻ്റെ പ്രവർത്തനമെങ്കിൽ തീർച്ചയായിട്ടും ഫാത്തിമ കോടതിയെ സമീപിക്കണം. അത്തരം പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കെതിരെ മുഖ്യമന്ത്രിയെ സമീപിക്കുകയാണ് വേണ്ടതായിട്ടുള്ളത്. പക്ഷേ ഞാൻ വിശ്വസിക്കുന്നു അങ്ങനെ ഒരു ഉത്തരവാദിത്തപ്പെട്ട ഒരു CPM-ന്റെ ഏരിയ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ജാമ്യമില്ലാ വകുപ്പ് വെച്ചൊരു പോലീസ് കേസെടുക്കുന്നുണ്ടെങ്കിൽ പോലീസ് സുവ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തന്നെയായിരിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ശ്രീ റഹീം, ഇവിടെ ഇപ്പോൾ പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കേസിൽ മുൻവിധികളുടെ അടിസ്ഥാനത്തിൽ എനിക്കോ താങ്കൾക്കോ എന്തെങ്കിലും പരാമർശം നടത്താൻ സാധിക്കുകയില്ല. അതുകൊണ്ട് ഞാൻ ഫാത്തിമ പറഞ്ഞതിനെ തള്ളുകയോ കൊള്ളുകയോ ചെയ്യുന്നില്ല. പക്ഷേ അങ്ങേയറ്റം ഗുരുതരമായിട്ടുള്ള ചില ആക്ഷേപങ്ങൾ CPIM-ന്റെ സംഘടനാ സംവിധാനം തന്നെ ഉപയോഗിച്ച് നടത്തുന്നതായിട്ട്
ഒരു വിഷയം വരുമ്പോൾ അതിനെ രാഷ്ട്രീയമായി കൂടി പരിശോധിക്കുന്നുണ്ട്. പോലീസ് തീർച്ചയായും പരിശോധിക്കുന്നുണ്ടാവും. പക്ഷേ കളമശ്ശേരി ഏരിയ കമ്മിറ്റി ഓഫീസിൽ ആരൊക്കെ വരുന്നുണ്ട്, ആരൊക്കെ മധ്യസ്ഥ നടത്തുന്നുണ്ട്, അത് എങ്ങനെയൊക്കെയാണ് എന്ന് സ്വാഭാവികമായും പാർട്ടി എന്നുള്ള നിലയിൽ നിങ്ങൾ പരിശോധിച്ച് കാണുമല്ലോ. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പാർട്ടി നടത്തിയ പരിശോധന പാർട്ടി പറയും. അത് പറയേണ്ട സമയത്ത് പറയും. അതിലൊരു സംശയമില്ല. അത് ചില സംശയങ്ങളുണ്ട്. നടന്ന സംഭവത്തെ സംബന്ധിച്ചൊക്കെ പാർട്ടി ചില കാര്യങ്ങൾ കാണുന്നുണ്ട്. ഞാനിതിനകത്ത് പറയാൻ വന്നത് ആ കാര്യങ്ങളല്ല, നിങ്ങളെ വിളിച്ചതിനല്ല. ഈ വിഷയത്തിൽ ഗുണ്ടാ നിയമങ്ങളും ഗുണ്ടാ പ്രവർത്തനങ്ങളും നേരിടുന്നതിന് വേണ്ടി LDF ഗവൺമെൻറ് എടുക്കുന്ന നിലപാടുകളും ഞാനത് വിശദീകരിക്കുന്നത്. അതിനകത്ത് മുഖം നോക്കില്ല, അതിനകത്ത് നടപടി ഉണ്ടാവില്ല. പിന്നെ കൃത്യമായ നടപടി ഉണ്ടാകും. രണ്ടാമതൊരു കാര്യം, സമയബന്ധിതമായ നടപടി ഉണ്ടാകും. ഒരു രാഷ്ട്രീയ സംരക്ഷണവും അക്കാര്യത്തിൽ ലഭിക്കില്ല, ആർക്കും ഉണ്ടാവില്ല. രണ്ട്, CPM-നെ ഞാൻ ഈ ചർച്ചയിൽ വന്നിരിക്കുമ്പോൾ കണ്ടൊരു കാര്യം, CPM-നെ ചെളിവാരി അറിയാണ്, DYFI ചെളിവാരി അറിയാണ്. CPM-ൻ്റെ അധോലോക സംഘടനയെ ചിത്രീകരിക്കാൻ ശ്രമിക്കുകയാണ്. അത് തെറ്റാണ്, അത് ഹിഡനജണ്ടോടെയാണ്. ഇവിടെ ശ്രീ ടോണി ചമ്മണ്ടിയോട് ഞാൻ പറയുന്നു, കേരളത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഞാൻ ഈ പറഞ്ഞതിന് പുറമെ എത്രയോ കേസുകളുണ്ട്. നിങ്ങളുടെ പാർട്ടി ഓഫീസ് കേന്ദ്രീകരിച്ച് നിങ്ങളുടെ നേതാവിൻ്റെ വാഹനത്തിൽ ഗുണ്ടകളെ കൊണ്ടുപോയ സംഭവമാണല്ലോ കെ സുധാകരൻ്റെ വാഹനവുമായി ബന്ധപ്പെട്ട് അന്ന് ആ ഇലക്ഷൻ സമയത്ത് പിടിയിലായത് തൃശ്ശൂരിലെ കുറേ ഗുണ്ടകൾ എന്ന് നിങ്ങൾ ആരെങ്കിലും പ്രതികരിച്ചോ? അത് ഇതുപോലെയല്ല, പക്കാ ഗുണ്ടകളാണ്. അങ്ങനെ എത്രയോ സംഭവങ്ങളുണ്ടായിട്ടുണ്ട്. നിങ്ങൾ അതിനോടൊക്കെ എടുത്തൊരു സമീപനമല്ല ഞങ്ങൾ എടുക്കുന്നത്. ഞങ്ങൾ ചെറിയ കാര്യങ്ങൾക്ക് പോലും ശക്തമായ നിലപാട് സ്വീകരിക്കും. അത് പാർട്ടി സ്വീകരിക്കും, സർക്കാരാണെങ്കിൽ മുഖം നോക്കാതെ സ്വീകരിക്കും. ഞാൻ ചോദിക്കട്ടെ അഭിലാഷ് മാധ്യമപ്രവർത്തനം തുടങ്ങി നിയമസഭാ റിപ്പോർട്ടിംഗ് എല്ലാം കാണാറുണ്ടല്ലോ. ഇതുപോലെ സുവ്യക്തമായി ഇതുപോലൊരു വിഷയം ഉയർന്നു വന്നപ്പോൾ മറുപടി പറഞ്ഞൊരു അവസരം കേരള നിയമസഭ കാണിച്ച എത്ര അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പറഞ്ഞില്ലേ, പ്രതിപക്ഷത്തിന് പോലും തൃപ്തികരമായിരുന്നു എന്നാണ് അവരുടെ അതിനുശേഷമുള്ള പ്രതികൾ പലരുടെയും പ്രതികൾ. ഇവിടെ അപ്പോൾ ശ്രീ ടോണി തന്നെ പറയുന്നു മുഖ്യമന്ത്രി അനീതി കാണിച്ചു എന്ന് പറയുന്നില്ല. പിന്നെ എന്താ ആക്ഷേപം? ഇങ്ങനൊരു സംഭവം ഉണ്ടായി, ആ സംഭവത്തെക്കുറിച്ച് പോലീസ് അന്വേഷിക്കുന്നുണ്ട്, അതിലും അദ്ദേഹത്തിന് പരാതിയില്ല. പിന്നെയുള്ള പ്രശ്നം എന്താ? ഞങ്ങളുടെ പാർട്ടിക്ക് പാർട്ടിയുടേതായ രീതിയുണ്ട്. അതിലൊരു കാര്യമുണ്ട്, 0 ടോളറൻസ് ആണ് ഇത്തരം പ്രവർത്തനങ്ങളോട്. അത്തരം പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ടോ ഇല്ലയോ എന്ന് പാർട്ടിയോ DYFI പരിശോധിച്ച് കഴിഞ്ഞാൽ കൃത്യമായ നിലപാടുണ്ടാകും. അതിനകത്ത് ഇപ്പോൾ ഈ കേസൊന്നും ഇല്ലായിരിക്കട്ടെ, ഇപ്പോൾ ഈ കേസൊന്നുമില്ല, അല്ലാതെയാണ് ഈ പാർട്ടി വന്നുകൊണ്ടിരിക്കുക. പാർട്ടിയുടെ മുമ്പിൽ ഈ പറയുന്ന ജൂബി എന്ന് പറയുന്നയാൾ ഗവൺമെൻറ്റിന് പരാതി കൊടുത്തില്ല, പോലീസിന് മുമ്പിലും പരാതി കൊടുത്തില്ല എന്നിരിക്കട്ടെ. ഞങ്ങളുടെ ശ്രദ്ധയിൽ ഇക്കാര്യം വരികയോ ഞങ്ങൾക്കത് ബോധ്യമാവുകയോ ചെയ്താൽ ഒരു സംശയവും വേണ്ട, ശക്തമായ നിലപാടല്ലാതെ തന്നെ ഈ പാർട്ടി എടുക്കും. അങ്ങനെ എടുക്കാനുള്ള പാർട്ടി ഇപ്പോൾ കേരളത്തിൽ ഞങ്ങളെ ഉള്ളൂ, അത് ഞങ്ങൾ എടുക്കും, യാതൊരു സംശയവും വേണ്ട. ഇതിനോടെല്ലാം വിട്ടുവീഴ്ചയില്ലാത്ത സമീപനവും 0 ടോളറൻസുമാണ് ഞങ്ങൾക്കുള്ളത്. നിങ്ങളുടെ പാർട്ടിക്ക് അങ്ങനെയില്ല. ടോണി ചമ്മണ്ടി ഉൾപ്പെടെയുള്ളവർ ഞങ്ങളുടെ പാർട്ടിയെ ഓർത്തും ഈ നിലപാടും ഈ സർക്കാരിൻ്റെ കർക്കശമായ സമീപനമെല്ലാം കണ്ട് അസൂയപ്പെടുന്നത് നല്ലതായിരിക്കും. അത് ഞാൻ പ്രതീക്ഷിക്കുകയും ചെയ്യും. യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രിക്ക് അത്ര ഒരു നിലപാട് എടുക്കേണ്ട ഒരു സമ്മർദ്ദം ഉണ്ടായതാണ്. ശ്രീ PT തോമസ് MLA വസ്തുതാപരമായി തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നിയമസഭയിൽ ഈ വിഷയം ഉന്നയിച്ചപ്പോൾ തീർച്ചയായിട്ടും അത്തരമല്ലാത്ത മറ്റൊരു നിലപാട് മുഖ്യമന്ത്രി നിലപാടെടുക്കുക മാത്രമല്ല അത് നടപ്പിലാക്കി എന്നുള്ളതാണ്. അല്ല, ഞാൻ അത്രയും കൃത്യമായ ഒരു ആരോപണം കഴിഞ്ഞ 5 വർഷം 3 ആഭ്യന്തര ആദ്യം ഉമ്മൻചാണ്ടി ആഭ്യന്തര വകുപ്പ്, അതിനുശേഷം തിരുവഞ്ചൂർ ആഭ്യന്തര വകുപ്പ്, പിന്നീട് രമേശ് ചെന്നിത്തല ആഭ്യന്തര വകുപ്പ്, 3 ആഭ്യന്തര മന്ത്രിമാർ, എല്ലാവരും പ്രഗത്ഭന്മാർ. 5 വർഷത്തെ ഭരണം. ഇതൊക്കെ മാറ്റിവെക്കും. ഗുണ്ടകളെ നേരിടുന്നതിന് വേണ്ടി എന്ത് ഫലപ്രദമായ ചുവടുവയ്പ് ഒരു നടത്തി? 5 വർഷം മുമ്പ് ഞങ്ങൾ നടത്തി. കേരളത്തിൻ്റെ സ്ഥിതി മാറുകയാണ്. കേരളത്തിൽ കൊച്ചി, പ്രത്യേകിച്ചും കൊച്ചി ഒരു പ്രത്യേക ലോകമായി മാറുകയാണ്. സ്വാഭാവികമായും ആ മാറ്റത്തിനനുസരിച്ച് ഗുണ്ട എലമെൻറ്റ്സ് കൂടും, പുതിയ രംഗത്തെ മാഫിയകൾ വരും. അങ്ങനെ അവിടെ ഒരു സോഷ്യൽ സെക്യൂരിറ്റി മെഷർമെൻ്റ് എന്ന നിലയിൽ ഞങ്ങൾ ഉത്തരവാദിത്തമുള്ളൊരു ഗവൺമെൻറ് എന്ന നിലയിൽ കോടിയേരി നിലപാട് സ്വീകരിച്ചു. സഖാവ് കോടിയേരിയുടെ കാലം കഴിഞ്ഞാൽ ആ നിയമത്തെ ദുരുപയോഗം ചെയ്ത് രാഷ്ട്രീയ എതിരാളികളായ SFI വിദ്യാർത്ഥികൾക്കെതിരെ പോലും ഉപയോഗിക്കാൻ നടക്കുമ്പോൾ ഇവർ ഗുണ്ടകളെ കൂടെ നിർത്തി. അതിൻ്റെ ഫലമാണെന്ന് കേരളത്തിൽ പലയിടത്തും കാണുന്നത്. ഞങ്ങൾ വന്നിട്ട് ശക്തമായി ഇന്ത്യക്ക് തന്നെ മാതൃകയാകും വിധം ഇങ്ങനെ പ്രശ്നം ഉയർന്നു വന്നപ്പോൾ തന്നെ ഉണ്ടായി. അത് ട്രെയിനിങ് ആരംഭിച്ചു. ഈ പറയുന്നവർക്ക് പ്രത്യേക ട്രെയിനിങ് കൊടുക്കുമല്ലോ, ആ ട്രെയിനിങ് ആരംഭിച്ചിരിക്കുന്നു. ഒരു കൗണ്ടർ ഇൻ്റലിജൻസ് അതിനകത്ത് പ്രവർത്തിക്കാൻ പോകുന്നു. അപ്പോൾ ഇപ്പോൾ നിലവിൽ പ്രവർത്തിക്കുന്ന ഷാഡോ പോലീസിൻ്റെയോ നിലവിൽ പ്രവർത്തിക്കുന്ന ഇൻ്റലിജൻസിൻ്റെയോ സഹായമില്ലാതെ തന്നെ ഇതിനു വേണ്ടി മാത്രം കണ്ടിന്യൂസ് പ്രോസസ് ആവശ്യമാണ് ഇതിനകത്ത്. ഞാനത് പറയാനാണ് വിശദീകരിച്ചത്. ഞാൻ മനസ്സിലാക്കിയ ചർച്ച ശരി അല്ല, സെക്രട്ടറിയെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞു, ഞാനത് ഒഴിഞ്ഞു മാറിയിട്ടില്ല, ഞാനത് വളരെ കൃത്യമായി പറഞ്ഞു. എഡിറ്റേഴ്സ് അവർ പൂർണ്ണമാവുന്നു. നമസ്കാരം.